ഏറെ ബഹുമാന്യനായിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവാ സംഘം ദക്ഷിണ ക്ഷത്രിയ കാര്യവാഹ്, അതായത് RSS, ഏറെ ബഹുമാനത്തോടും വളരെ ആദരവോടും നമ്മൾ എല്ലാവരും കാണുന്ന വ്യക്തി ശ്രീ M. രാധാകൃഷ്ണൻ സാർ അവറുകൾ, ബഹുമാന്യരും ഭക്തരും ഭക്തി സാന്ദ്രതയുള്ളവരുമായ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഉത്സവത്തിന് KPMSന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് അവസരം തന്ന ഈ സംഘാടകരോടും ഈ നാട്ടുകാരോടും നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അപർണോത്സവത്തിൻ്റെ ഭാഗമായുള്ള സാംസ്കാരിക വിദ്യാഭ്യാസം കുട്ടികളിൽ എന്ന വിഷയത്തിൽ ഈ ആത്മീയ സദസ്സ് നടത്തുന്ന വേദിയിൽ രണ്ടു വാക്ക് അധ്യക്ഷ പ്രസംഗം നടത്തുവാൻ തുനിയുന്നതിന് മുമ്പായി ഈ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യവും ഈ വിഷയത്തിൽ ഗവേഷകർക്കുള്ളതിനേക്കാൾ പാണ്ഡിത്യവുമുള്ള ഞാൻ ഗുരുതുല്യം സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന രാധാകൃഷ്ണൻ സാർ മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു ക്ലാസ്സായി സ്വീകരിക്കുവാനും പഠിക്കുവാനും ഉള്ള ഒരു മനസ്സോടുകൂടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വിഷയത്തെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കാൻ തുനിയുന്നില്ല. എങ്കിലും ചെറിയ രണ്ട് വാക്കുകൾ പറഞ്ഞ് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ നിർത്തിയേക്കാം. നമുക്കറിയാം, ബാലഗോകുലം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ RSS രാഷ്ട്രീയ സ്വയം സേവാ സംഘം, അത് നമുക്കറിയാം, ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന UPA ഗവൺമെന്റിനെ പോലും നിയന്ത്രിക്കുന്ന ഒരു ഘടകമായി നമ്മൾ കാണുന്നു. കാരണം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഏതാണ്ട് 100 കോടിയിലധികം ഹിന്ദുക്കൾ വസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. 2011 സെൻസസ് പരിശോധിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങളെ പരിശോധിച്ചാൽ 100 കോടിയിലധികം ഹിന്ദുക്കളാണ്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിന്റെ കുട്ടികളുടെ വിഭാഗമായ ബാലഗോകുലം, നമുക്കറിയാം, RSSനെ പരിശോധിച്ചാലും അതുപോലെ തന്നെ ബാലഗോകുലത്തെ പരിശോധിച്ചാലും അതൊക്കെ പഠനങ്ങളും പഠിത്തവും കണ്ടെത്തലുകളും ഒക്കെ നടത്തുന്നത് ഭാരതത്തിന്റെ പൈതൃകം, ഇന്ത്യ എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉള്ള ഒരു രാജ്യമാണ്. ഭാരതത്തിന്റെ പൈതൃകം, സാംസ്കാരിക ചരിത്രം, അതുപോലെ തന്നെ സാംസ്കാരിക ഭാഷ. ഇന്ത്യ എന്ന് പറയുന്നത് നിരവധി ഭാഷകളുള്ള സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭൂപ്രദേശമാണ്. അതിന്റെ വ്യത്യസ്തങ്ങളായ ഭാഷയും സംസ്കാരവും പൈതൃകവും കുട്ടികൾ മുതൽ പഠിപ്പിക്കുന്നതിനുള്ള ഒരു സംരംഭമായിട്ടാണ് ഞാൻ ഈ ബാലഗോകുലത്തെ വീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബാലഗോകുലത്തെ ഈ സംസ്കാരവും പൈതൃകങ്ങളും അതിന്റെ മുൻപന്തിയിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നുന്നത്, നമ്മളൊക്കെ ഇന്ന് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, പരിഷ്കൃത ലോകത്തിലേക്ക് വരുമ്പോൾ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിഷ്കരിക്കപ്പെട്ട് നടപ്പാക്കുന്നതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് വേണം നമ്മൾ ചിന്തിക്കുവാൻ. നമുക്കറിയാം, പരിഷ്കരിക്കപ്പെട്ട പല ആചാരങ്ങളും ഇവിടെയുണ്ട്. പണ്ടുകാലത്തുണ്ടായിരുന്ന ഒരു സതി സമ്പ്രദായത്തെ പറ്റി ഞാൻ വിശദീകരിച്ചു പോകുന്നില്ല, സമയമില്ല.
ഇവിടെ നിലനിന്ന ഒരു കൊടും ഒരു ആചാരമായിരുന്നു സതി. ആ സതി നിയമത്തിലൂടെ അത് നിരോധിച്ചു. ആചാരമായിരുന്ന സതി സമ്പ്രദായം നിയമത്തിലൂടെ നിരോധിച്ചപ്പോൾ അത് എന്തായി മാറി? ഇന്ന് നമ്മളെല്ലാം സതിയെപ്പറ്റി പറയുന്നത് അനാചാരമായിട്ടാണ്. സതി എന്ന് പറയുന്നത് അനാചാരമാണ്, ഒരു സ്ത്രീക്കുണ്ടാവുന്ന മരണത്തിന് തുല്യമായ വ്യവസ്ഥ. അതുപോലെ തന്നെ പരിഷ്കൃത ലോകത്തിലേക്ക് ആചാരങ്ങൾ വരുമ്പോൾ തീർച്ചയായും ആ ആചാരങ്ങളും പരിഷ്കരിക്കപ്പെടണം. നമുക്കറിയാം, ഞാനൊക്കെ കുട്ടിക്കാലം തൊട്ട് 18 പടി ചവിട്ടുവാൻ ശബരിമലയിൽ പോകുന്ന ആളുകളാണ്. ഒരുപാട് വർഷങ്ങളിൽ ശബരിമലയിൽ ഞാൻ പോയിട്ടുണ്ട്. നമുക്കറിയാം, ശബരിമലയിൽ പോകുന്ന എല്ലാ ആളുകളും ഇരുമുടിക്കെട്ടുമായിട്ട് പോകുമ്പോൾ 2 തേങ്ങ നമ്മൾ ഇരുമുടിക്കെട്ടിൽ സൂക്ഷിക്കും. ഒന്ന് നെയ്ത്തേങ്ങയും ഒന്നല്ലാതുള്ള ഒരു ഉണക്കത്തേങ്ങയും. ഈ ഉണക്കത്തേങ്ങ നമ്മൾ ആദ്യ വർഷം ശബരിമലയിൽ പോവുകയാണെങ്കിൽ ശബരിമലയിലെ 1ാമത്തെ പടിയിലടിക്കും. 2ാം വർഷം പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഉണക്കത്തേങ്ങ 2ാമത്തെ പടിയിലടിക്കും. അങ്ങനെ ഒരു ക്രമം, നമ്മുടെ ഒരു ആചാരമായി ആ ക്രമം നിലനിന്നു. പക്ഷേ ഇന്ന് നമ്മൾ ശബരിമല പോകുന്ന ആളുകളോട് പരിശോധിച്ചാൽ എന്താ, കൊണ്ടുപോകുന്ന തേങ്ങ ആ 18ാം പടിയിലല്ല അടിക്കുന്നത്. എന്തുകൊണ്ടാണ്? 18ാം പടി സ്വർണ്ണപ്പടിയായി മാറി. അപ്പോ ആ സ്വർണ്ണപ്പടിയായി മാറി എപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് പരിഷ്കൃതമായപ്പോൾ അവിടെ അടിക്കാതിരുന്ന ആ മാറ്റം, അതാണ് ഒരു പരിഷ്കാരം. നമ്മൾക്ക് ദൈവകോപം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ സാഹചര്യത്തിനൊത്ത് പരിഷ്കരിക്കപ്പെടണം. ഇന്നും ശബരിമല പോകുന്ന ഒരു തേങ്ങ കൊണ്ടുപോകുന്നു, 18ാം പടിയിൽ അടിക്കുന്നില്ല. പരിഷ്കരിച്ച ഒരു മാറ്റം, പരിഷ്കൃത ലോകത്തിലേക്കുള്ള ഒരു മാറ്റം. പണ്ട് കാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോകുന്ന, ഇന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ട്, ക്ഷേത്രങ്ങളുടെ ചുറ്റും ശയന പ്രദക്ഷിണം നടത്താറുണ്ട്. ഇന്നങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. നിയമം മൂലം അല്ലെങ്കിൽ ഉത്തരവുകൾ മൂലം ക്ഷേത്രങ്ങളിൽ ശയന പ്രദക്ഷിണം നിരോധിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? ജനബാഹുല്യമാകുമ്പോൾ 1, 2, 100 ആളുകളല്ല, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തർ ആ ക്ഷേത്രത്തിൽ എത്തുമ്പോൾ നടപ്പാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതുകൊണ്ട് അതിന് പരിഷ്കാരം വന്നു. അവിടെയും ദൈവങ്ങൾക്കൊന്നും തന്നെ സംഭവിച്ചില്ല, നമ്മളുടെ കൂടെ തന്നെ ഉണ്ട്. ഞാനൊരു പൂർണ്ണനായ ഈശ്വര വിശ്വാസിയാണ്. ഒരു ദിവസം തീർച്ചയായും ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, സാമൂഹ്യ ക്രമത്തിനനുസരിച്ച് ആചാരങ്ങളിൽ പരിഷ്കാരങ്ങൾ ഉണ്ടാവണം എന്നുള്ള ഒരു പോയിന്റ് മാത്രമാണ്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞു, ഇന്ത്യയിൽ 1000 കോടിയിൽ പരം ഹിന്ദുക്കളുണ്ട്. പിന്നെ ഹിന്ദു ഐക്യതയെ പറ്റി നമ്മൾ പരിശോധിക്കുക. ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളും ഒന്നായി ഐക്യത്തിൽ നിന്നുവാൻ എന്ത് സംഭവിക്കും? ഇന്ത്യ ഹിന്ദു ഐക്യത്തിന്റെ രാജ്യമായി മാറും. പക്ഷെ അത് നമുക്ക് സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പരിശോധിക്കുമ്പോൾ എന്റെ ചിന്താമണ്ഡലങ്ങളിൽ വരുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജാതിയുടെ പേരിൽ ജാതിയുടെ ഒരു ശ്രേണി ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ ജാതിയുടെ ശ്രേണിയെ പറ്റി നിയമപരമായി പറയുന്നില്ല. ഇന്ത്യൻ ഭരണഘടന ജാതിക്ക് വിധേയമാണെങ്കിൽ തന്നെയും ഇന്ത്യൻ ഭരണഘടന ജാതീയമായ ഉച്ചനീചത്വങ്ങളെ അംഗീകരിക്കുന്നില്ല. ആ ഭരണഘടനയിലില്ലാത്ത ഒരു ജാതിയുടെ ഒരു ശൃംഖല, ഏറ്റവും ഉയരങ്ങളിലുള്ള ജാതി, വേണമെങ്കിൽ നമ്മുടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ ബ്രാഹ്മണരെ തന്നെ നിർത്താം. ഒരു പോസിറ്റീവ്, ഒരു ഹൈ ക്വാളിറ്റി കൊടുത്ത് ആ ജാതിയുടെ ശ്രേണി ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുക. എവിടെയാ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്? നിയമങ്ങളിലും ഒന്നുമല്ല, മനുഷ്യന്റെ മനസ്സിൽ വെച്ച് വെച്ചിരിക്കുക. ആ മനുഷ്യന്റെ മനസ്സിൽ ഒരു ശ്രേണിയായിട്ട് ഏറ്റവും കൂടിയ ജാതി, അതിന്റെ പിന്നിലുള്ള ജാതി, പിന്നെയുള്ള ജാതി, ഏറ്റവും ഹീനമായ ജാതി, ഇതെല്ലാം മനുഷ്യന്റെ മനസ്സുകളിൽ ഇങ്ങനെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുക. ഇവിടെയാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിന് സാംസ്കാരിക പൊലിമ വരുമ്പോൾ ഈ ജാതി ശ്രേണി മനുഷ്യന്റെ മനസ്സുകളിൽ നിന്ന് മാറണം. ഇംഗ്ലീഷിൽ പറയും, കൾച്ചർ ഈസ് ദ പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ് എന്ന് പറയും. മനസ്സിന്റെ ശുദ്ധീകരണമാണ് സംസ്കാരം എന്നാണ് പറയുന്നത്. അപ്പൊ സാംസ്കാരിക വിദ്യാഭ്യാസം കുട്ടികളിൽ നൽകുകയാണെങ്കിൽ, ഗുരുകുല വിദ്യാഭ്യാസം നൽകുമ്പോൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വരുത്തി അവരുടെ മനസ്സുകളിലുള്ള ഈ ജാതി പന്താരങ്ങളെ മാറ്റിയിടണം. അവസാനമായി ഞാൻ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ജാതിയെ തീർത്തും ഇന്ത്യയിൽ നിന്നും മാറ്റുവാൻ കഴിയില്ല. ജാതി എന്ന് പറയുന്നത്, നമുക്ക് ജാതിയില്ല എന്ന് പലരും എഴുതി വെച്ചിരിക്കും. നമുക്ക് ജാതിയില്ല പലയിടത്തും എഴുതി വെച്ചിരിക്കും. അത് തെറ്റാണ്. എല്ലാവരും ജാതി നിലനിൽക്കും.
പക്ഷെ മനുഷ്യന്റെ മനസ്സിലുള്ള ജാതി ശ്രേണി അതിനെ ഉന്മൂലനം ചെയ്ത് അതിന്റെ അളവ് കുറയ്ക്കുവാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ പ്യൂരിഫിക്കേഷൻ ഓഫ് മൈൻഡ് അല്ലെങ്കിൽ കൾച്ചർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവർക്കും നല്ല സ്നേഹവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം എന്റെ ഓർമ്മയിലുള്ള, ഞാൻ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ ഈ ഇവിടെയൊക്കെ വന്ന് എൻ്റെ കൂട്ടുകാരുമായി ഒത്ത് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരു ക്ഷേത്രം വർഷങ്ങളായിട്ട് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നു. ഒരു ക്ഷേത്രത്തിന്റെ ജീർണത എന്ന് പറയുന്നത് ആ നാടിന്റെ ജീർണതയായിട്ട് നമ്മൾ കാണുന്നു. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അജ്ഞതയുടെ ചിതൽപ്പുറ്റിൽ നിന്ന് വിജ്ഞാനത്തിന്റെ പ്രശാന്തിയിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് അപർണോത്സവം. അപ്പോൾ ആ വിജ്ഞാനത്തിന്റെ നിറവിലേക്ക് നമ്മുടെ ഈ നാടിനെ ഒളിച്ചുണർത്തുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തെ ഞാൻ വീക്ഷിക്കുന്നത്. എല്ലാവിധ മംഗളാശംസകളും നേർന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഗ്രാമത്തിൽ എന്തായാലും അതിമനോഹരമായ ഒരു ക്ഷേത്രം, ഒരു ദേവാലയം അത് പുനർനിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഒരു പുതിയ ക്ഷേത്രം നിർമ്മിക്കുക അത്ര വലിയ പ്രയാസമല്ല. പ്രയാസമുണ്ട്, പക്ഷേ ഒരു ജീർണിച്ച ക്ഷേത്രം ഉദ്ധാരണം ചെയ്യുക, അല്ലെങ്കിൽ ഒരു പഴയ ആരാധനാലയം അത് പുതുക്കി പുനർനിർമ്മിക്കുക, അത് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ പ്രഭാവത്തോടുകൂടി നിലനിന്നിരുന്ന ഒരു ക്ഷേത്രം ക്ഷയിക്കുന്നതിന് പല കാരണങ്ങൾ കാണും. ഇപ്പം നമ്മുടെ മൊത്തം കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ അകന്നുപോയി. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത്, ക്ഷേത്രങ്ങളിൽ ആരാധന നടത്തുന്നത്, നിലവിളക്ക് കൊളുത്തുന്നത്, അതൊക്കെ ഒരുതരം അന്ധവിശ്വാസമാണ്, പിന്തിരിപ്പനാണ് എന്നുള്ള വളരെ വലിയ സംഘടിതമായ ആസൂത്രിതമായ ഒരു പ്രചരണം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ നടത്തുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെ നടത്തുന്നവർക്ക് വലിയ ശക്തിയില്ല. ഒരു കാലത്ത് രാഷ്ട്രീയത്തിന്റെ പേരിലും ഈ ആശയപ്രചരണം ഹിന്ദുക്കളുടെ ഇടയിൽ വളരെ വ്യാപകമായി നടന്നിട്ടുണ്ട്. മറ്റൊന്ന്, നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ജാതി ഉച്ചനീചത്വങ്ങൾ അടങ്ങിയ ഒരുപാട് ജീർണതകൾ നമ്മുടെ ഹിന്ദു സമൂഹം അതിലൂടെയാണ് കടന്നു വന്നത്. അതിനെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ട് ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുന്ന അന്യമത സംഘങ്ങൾ അവര് നമ്മുടെ വിശ്വാസങ്ങളെ പറ്റി, നമ്മുടെ ആചാരങ്ങളെ പറ്റിയൊക്കെ, വിഗ്രഹാരാധനയെ പറ്റിയൊക്കെ വളരെ അധിക്ഷേപാർഹമായ രീതിയിൽ പ്രചരണം നടത്തി. എന്തിനേറെ നമ്മുടെ കേരളത്തിൽ ഒരു 60കൾ അല്ലെ 50കളിലും 60കൾ 70കൾ വരെയുള്ള ഒരു കേരളത്തിലെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ സിദ്ധിച്ച ഹിന്ദുക്കൾ ക്ഷേത്രാരാധന എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. വിഗ്രഹാരാധന എന്ന് പറയുന്നത് അത് പാടില്ല, അത് തെറ്റാണ്, അന്ധവിശ്വാസമാണ്. ആ കാലത്തൊക്കെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഓർമ്മയുണ്ടാവും അന്ന് നമ്മുടെ നാട്ടിൽ നടന്ന പല പ്രചരണങ്ങളും. ഈ 3 തരത്തിലുള്ള ശക്തികളും പ്രവർത്തിച്ചിരുന്നു. ഒന്ന്, മതപരിവർത്തനം നടത്താൻ വേണ്ടി സംഘടിതമായി പരിശ്രമിച്ചവർ ഹിന്ദുക്കളെ അവരുടെ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും അകറ്റണം, എന്നാലേ അവർക്ക് മതം മാറ്റം നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ ക്ഷേത്രാരാധനയ്ക്കെതിരെ, ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾക്കെതിരെയൊക്കെ വലിയ സാഹിത്യങ്ങൾ, ഒരുപാട് വീടാന്തരം കൊണ്ടുവന്നൊക്കെ കൊടുക്കുന്ന സാഹിത്യങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ജീവിച്ചിരുന്ന ദൈവത്തെ പൂജിക്കണം, ഈ കല്ലിനെ എന്തിനു പൂജിക്കുന്നു, ഇത്തരം പ്രചരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ ചുവരുകളിലൊക്കെ എഴുതി വെച്ചു. അപ്പൊ ഇതെല്ലാം സംഭവിച്ചതിന്റെ ഫലമായിട്ട് ഒരുമാതിരി വിദ്യാസമ്പന്നരായ ആളുകൾ
ഇനി അത്യാവശ്യം വിശ്വാസമുള്ളവരാണെങ്കിൽ പോലും ആരും കാണാതെ ഒളിച്ചും പാത്തുമൊക്കെ അമ്പലത്തിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഒരു അപകർഷതാബോധം, ഒരു ആത്മനിന്ദ ഹിന്ദുവായിരിക്കുന്നതിൽ നമ്മുടെ ഹിന്ദുക്കൾക്കുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് വളരെ വലിയ ക്ഷേത്രങ്ങൾ, വലിയ പൂജകളൊക്കെ നടന്നിരുന്ന ക്ഷേത്രങ്ങൾ, നമ്മുടെ നാട്ടിലെ ജനജീവിതത്തിൽ വലിയ ഐശ്വര്യം ചെലുത്തിയിരുന്ന നിരവധി ക്ഷേത്രങ്ങൾ ക്രമേണ ആളുകളില്ലാതെ, അവിടെ നിത്യപൂജയ്ക്ക് നിവൃത്തിയില്ലാതെ, ഒരു അന്ത്യത്തിരി കൊളുത്തി വയ്ക്കാൻ പോലും ആള് കടന്നു വരാത്ത രീതിയിൽ ക്ഷേത്രങ്ങൾ അത് ഇല്ലാതായി. അതൊക്കെ അനാഥമായി പോയി. അത്തരം ക്ഷേത്രങ്ങൾ ഇന്നും നമ്മുടെ കേരളത്തിന്റെ പല ഭാഗത്തും ഉണ്ട് കേട്ടോ. അങ്ങനെ പുനർജനിക്കേണ്ട ക്ഷേത്രങ്ങൾ ഇന്നും ഉണ്ട്. ഇപ്പൊ ഏറെക്കുറെ ഏതാണ്ടെല്ലാം വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോ. പക്ഷെ അത്തരം ക്ഷേത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇതിൽ വളരെ രസകരമായ ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ഷേത്ര എതിരായും ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായും നടന്ന ഇതെല്ലാം യുക്തിഹീനമാണെന്നും അന്ധവിശ്വാസമാണെന്നും അബദ്ധങ്ങളാണെന്നും ഉള്ള രീതിയിൽ നടന്നതുപോലെ ഒരു പ്രചരണം ഇതര മതവിശ്വാസികളുടെ ആചാരങ്ങൾക്കെതിരെയോ വിശ്വാസങ്ങൾക്കെതിരെയോ നടന്നിട്ടില്ല. ഇതിങ്ങനെ നടത്തുമ്പോൾ തന്നെ ഇതര മതവിശ്വാസികളെ അവരുടെ എല്ലാത്തരം വിശ്വാസപരമായ പ്രവർത്തനങ്ങളും സ്വതന്ത്രമായി നടത്താൻ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ലഭിച്ചു. ഒരു വശത്ത് ഹിന്ദു സമൂഹം അവരെ ഒരു നിരീശ്വരവാദ രാഷ്ട്രീയത്തിന്റെ പിടിയിൽ പെട്ടുപോയതുകൊണ്ടും ഈ മതപരിവർത്തന സംഘങ്ങളുടെ ഒരു നിരന്തരമായ പരിശ്രമത്തിന്റെ സ്വാധീനത്തിൽ വന്നതുകൊണ്ടും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ദുർബലമായി കൊണ്ടിരുന്നപ്പോൾ മറുവശത്ത് ഇതര മതസമൂഹങ്ങൾ ആ സാഹചര്യത്തെ വിനിയോഗിച്ചുകൊണ്ട് അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോയി. ഇത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേക കാലഘട്ടത്തിന്റെ സവിശേഷതയാണ്. ഇത് ഹിന്ദു സമൂഹത്തെ മൊത്തത്തിൽ സാംസ്കാരികമായി തകർത്ത് കളഞ്ഞു. ഒരു സമൂഹം എന്നുള്ള നിലയിലുള്ള കെട്ടുറപ്പിനെ ഇല്ലാതാക്കി കളഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള പല ക്ഷേത്രങ്ങളും ഇപ്പോ വളരെ ഹിന്ദു സമൂഹത്തിനുള്ള ഒരു ഭക്തിയുടെ ഒരു പുതിയ ആവേശം നമുക്ക് കാണാൻ പറ്റും. അത് ചെറുതല്ല, വളരെ വലിയ പരിവർത്തനം ഹിന്ദു സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്നു, ആന്തരികമായി സംഭവിച്ചിരിക്കുന്നു. പഴയതുപോലല്ല. ഇപ്പൊ നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ഭക്തജനങ്ങൾ സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗുരുവായൂരൊക്കെ നെടുനീളൻ ക്യൂ ആണ്. അപ്പൊ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ക്ഷേത്രങ്ങളിൽ വരുന്നു. മാത്രമല്ല, പഴയ കാലത്ത് ഇപ്പൊ ഇതുപോലെ ഒരു ആത്മീയ പരിപാടി വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രായം ചെന്ന 7-8 പേരൊക്കെ വന്നിരിക്കുന്നുള്ളതല്ലാണ്ട് ഒരു സദസ്സ് നമുക്ക് കിട്ടാൻ പ്രയാസമായിരുന്നു. അപ്പൊ അങ്ങനെയല്ല, നമ്മുടെ സ്വാമിമാരൊക്കെ നടത്തുന്ന ഗീതാജ്ഞാന യജ്ഞങ്ങളോ ആധ്യാത്മിക യജ്ഞങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഈ കഴിഞ്ഞ വർഷം 2 വർഷം മുന്നേ ഉദിച്ചൈതന്യ സ്വാമിജി നടത്തിയിരുന്ന ഭാഗവത യജ്ഞത്തിൽ സമാപന സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കാൻ പോയിരുന്നു. ഒരു 10,000 പേരുണ്ടാവും ആ സദസ്സ്. അത് സമൂഹത്തിലെ വളരെ വിദ്യാസമ്പന്നരായ ആളുകൾ തൊട്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരും. അപ്പൊ അത്തരം ഒരു കാഴ്ചയും കൂടി നമുക്ക് ഇന്ന് ഇപ്പൊ സന്യാസി ശ്രേഷ്ഠന്മാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആദരവ്, ഒരു വലിയ പരിവർത്തനം നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ഈ രാമായണ പാരായണം, അതുപോലെ സന്ധ്യാനാമം, ഇതൊക്കെ നമ്മുടെ വീടുകളിലെ പതിവായിരുന്നല്ലോ. അത് പിന്നീട് ഇല്ലാതായിപ്പോയി. ഈ രാമായണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു ശൂദ്രമേധ സംസ്കാരം, ശൂദ്രന്മാരെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. ഇന്ന് നിലവിൽ പുരോഗമന കലാസാഹിത്യ സംഘം ഒരു കാലത്ത് വലിയ പ്രചരണം നടത്തി. നമ്മൾ രാമായണ മാസം എന്നുള്ള നിലയിൽ
വീണ്ടും രാമായണം ഹിന്ദുക്കൾ വായിക്കണം എന്നുള്ള നിലയിൽ ഒരു പ്രചരണം നടത്തിയിരുന്നു. കർക്കിടക മാസം രാമായണ മാസമായിട്ട്. ഇപ്പോൾ അതിന് കുറച്ച് സ്വാധീനം മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും കർക്കിടക മാസം വന്നാൽ രാമായണ പാരായണം, രാമായണമായിട്ട് ബന്ധപ്പെട്ട കഥകൾ ഒക്കെ പറയുന്നുണ്ട്. ഈ രാമായണം വായിക്കാൻ പാടില്ല, രാമായണം ഇങ്ങനെ ശൂദ്രന്മാരെ കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന അതേ പ്രസ്ഥാനത്തിന്റെ ആൾക്കാര് അവരുടെ ഒരു പുസ്തകശാല, പ്രഭാത് ബുക്ക് ഹൗസിന്റെ പുസ്തകശാല നമ്മൾ ഈ കർക്കിടക മാസം, ഞാൻ ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ സന്ദർശിച്ചപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിൽക്കുന്നത് രാമായണമാണ്. അപ്പൊ ഞാനവരോട് ചോദിച്ചാൽ, നിങ്ങൾ ഈ രാമായണം വായിക്കാൻ പാടില്ല എന്നൊക്കെ അല്ലേ ആളുകളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ രാമായണം വായിക്കുന്നത്? അവർ പറഞ്ഞത് ഇത് കച്ചവടമാണ് സാറേ എന്ന് പറഞ്ഞു. കച്ചവടം എന്ന് പറഞ്ഞാൽ അല്ല, ആളുകൾ വായിക്കുന്ന പുസ്തകം വിറ്റാലല്ലേ പ്രയോജനമുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വലിയ പരിവർത്തനം, വലിയ മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അത് ഒരു പക്ഷയുണ്ട് അതിൽ, ആ പരിവർത്തനത്തിൽ. ആ പക്ഷയാണ് ഈ സാംസ്കാരിക വിദ്യാഭ്യാസത്തെ പറ്റി ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. പരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ ആള് കൂടുന്നു, പ്രഭാഷണങ്ങൾ കേൾക്കാൻ ആള് കൂടുന്നുണ്ട്. സ്വാമി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു സ്വാമിജി മഹാമണ്ഡലേശ്വരായില്ലേ, സ്വാമി ആനന്ദവൻ, അദ്ദേഹം വരുന്നിടത്തൊക്കെ ഭയങ്കര ആൾക്കാർ വരുന്നുണ്ട്, കാലുതൊട്ട് തൊഴുന്നു, നമസ്കരിക്കുന്നു, നടക്കുന്നുണ്ട്. ഇപ്പൊ ശബരിമലയിലെ ഒരു മേൽശാന്തിയായിട്ട് ഒരാൾക്ക് നിയമനം കിട്ടിയെന്നിരിക്കട്ടെ, അദ്ദേഹത്തിന് വളരെ വലിയ സ്വീകരണം എല്ലാം ലഭിക്കുന്നുണ്ട്, ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മതപരമായ ഒരു ഉണർവ്, വിശ്വാസപരമായ ഒരു ഉണർവ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് തർക്കമറ്റ കാര്യമാണ്. പക്ഷെ മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഈ ആരാധനകൾക്കും ആചാരങ്ങൾക്കും നമ്മൾ അനുഷ്ഠിച്ചിരുന്ന അനുഷ്ഠാനങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇപ്പോഴില്ലാത്ത ഒരു പ്രത്യേകത മുമ്പുണ്ടായിരുന്നതിലുണ്ടായിരുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മുടെ അതിൻ്റെ ഒരു അടിസ്ഥാന സമൂഹം എന്നുള്ളതായിരുന്നു. ഒരു സാമൂഹ്യ ബോധത്തിന്റെ കണ്ടന്റ് അതിലുണ്ടായിരുന്നു. നമ്മളൊരു സമൂഹമാണ്, ഹിന്ദു സമൂഹമാണ് എന്നുള്ളൊരു ചിന്ത അതിനകത്തുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നവർ ഓരോരുത്തരും അവനവന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് ഭക്തിയുണ്ട്, ഞാൻ അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു, ഞാൻ എന്തായിരിക്കും പ്രാർത്ഥിക്കുക? ഒന്നുകിൽ പരീക്ഷയ്ക്ക് ജയിക്കണം, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സങ്കടമുണ്ട്, ആ സങ്കടം നിവർത്തിക്കണം, എന്തെങ്കിലും ഒരു ദുഃഖം ഞാൻ അനുഭവിക്കുന്നു. എല്ലാം അവരവരെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ഇത് കുറച്ചു കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഒരു മുതിർന്ന സംഘത്തിന്റെ ഒരു പ്രവർത്തകൻ വളരെ സരസമായ ഒരു കാര്യം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഗുരുവായൂരമ്പലത്തിലെ ഈ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരുടെ മനഃശാസ്ത്രം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചാൽ അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മളവിടെ പോയി നമ്മൾ ക്യൂ നിന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് മാറി നിന്നിട്ട് അവരെ എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരു ബഹുഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിൽ ഈ മുന്നിൽ നിൽക്കുന്നയാൾ എനിക്കൊരു തടസ്സവും പിന്നിൽ നിൽക്കുന്നയാൾ എനിക്കൊരു ശല്യവുമാണെന്നുള്ള രീതിയിലാണ് അവർ ഈ ക്യൂവിനകത്തേക്ക് തള്ളി തള്ളി പോകുന്നത്. മുന്നിൽ നിൽക്കുന്ന ആൾ എങ്ങനെ തള്ളി മാറ്റി മുന്നോട്ട് കയറാൻ നോക്കുക, പിന്നിൽ നിൽക്കുന്നയാള് ഇയാൾ ഞാൻ ശല്യപ്പെടുത്തുമെന്ന് നോക്കുക. അപ്പൊ ദർശനം ഒരു സെക്കൻഡ് പോലും കിട്ടത്തില്ല, അപ്പോഴത്തേക്ക് പോലീസുകാർ അടിച്ചു മാറ്റും, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാര് പിടിച്ചു മാറ്റും. ആ ഒരു ദർശന സൗഭാഗ്യം പോലും പൂർണ്ണ തൃപ്തിയോടുകൂടി അനുഭവിക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല പോകുന്നത്. ലക്ഷ്യം അതായിരിക്കും, പക്ഷെ അവരുടെ മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒറ്റയ്ക്കാണ്. ഒരു 1000-10,000 പേര് വരിവരിയായി നിൽക്കുമ്പോഴും അദ്ദേഹം ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ദർശനം നടക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത്രമാത്രം എന്താ പറയുക, ഒരു ഭക്തി നല്ലതാണ്, പക്ഷെ ആ ഭക്തിയുടെ ഒരു ആധാരം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ, അല്ലെങ്കിൽ എൻ്റെ, അല്ലെങ്കിൽ എനിക്ക് എന്നുള്ളതാണ്. അപ്പൊ ഈ ഞാൻ അല്ലെങ്കിൽ എൻ്റെ, എനിക്ക് എന്നുള്ളതിൽ നിന്ന് നമ്മൾ വളരണം. അതാണ് ഈ സാംസ്കാരിക വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠത.
അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. അത് നമുക്ക് ഒറ്റയടിക്ക് അത് വാസനാബലം കൊണ്ട് നമ്മളിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. പൂർവജന്മകൃതങ്ങളായിട്ടുള്ള കർമ്മങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന വാസനാബലം കൊണ്ട് ഞാൻ എന്നുള്ളൊരു ഭാവം നമുക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഞാൻ എന്നുള്ളതിനെ ഒന്ന് വളർത്തണം, ഒന്ന് വലുതാക്കണം. അതാണ് നമ്മുടെ ഹരിനാമ കീർത്തനത്തിൽ എഴുത്തച്ഛൻ മനോഹരമായിട്ടത് 4 വരിയിൽ പറഞ്ഞിട്ടുണ്ട്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാൻ എന്ന ഭാവം അത് തോന്നായിക. ഞാനെന്ന് തോന്നരുത്. പക്ഷേ ഈ ഞാനെന്ന് തോന്നാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് തോന്നുന്നതാകിൽ അഖിലവും ഞാനിതെന്ന വഴി തോന്നേണമേ എന്ന് അദ്ദേഹം പറയുന്നത്. ഈ ഞാൻ എന്നുള്ളതിനെ നമുക്ക് ഉടച്ച് കളയാൻ സാധ്യമല്ല. പക്ഷെ അങ്ങനെ തോന്നുമ്പോൾ ഇത് അഖിലവും ഞാനാണ് എന്ന ഒരു തോന്നലായിരിക്കണം എൻ്റെ ഉള്ളിൽ ഉദിക്കേണ്ടത്. അപ്പൊ ഈ സാംസ്കാരികമായി വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വളർച്ചയുടെ അർത്ഥം ഇതാണ്. അഖിലവും ഞാനാണെന്ന ഒരു തോന്നൽ, ഒരനുഭൂതി നമ്മുടെ ഹൃദയത്തിലുണ്ടാവുക, നമ്മുടെ ചിന്തയിലുണ്ടാവുക, നമ്മുടെ ബുദ്ധിയിലുണ്ടാവുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുക. ഇതാണ് വളർച്ച. ഒരാള് IAS കാരനായി അല്ലെങ്കിൽ മന്ത്രിയായി വലിയ വലിയ പദവികൾ കിട്ടി എന്നുള്ളത് ഭാരതത്തെ സംബന്ധിച്ച് വലിയ കാര്യമല്ല. നമ്മുടെ ഭാരതീയ ചിന്ത അനുസരിച്ചിട്ട് അതിനകത്തൊന്നും വലിയ പ്രാധാന്യമില്ല. ഈ പദവികളിലൂടെയുള്ള വളർച്ച, ഭൗതികമായ സ്ഥാനമാനങ്ങളിലൂടെയുള്ള വളർച്ച, ഉയർച്ച, അത് നമ്മുടെ ഭാരതീയ ദർശനം അനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവിത ലക്ഷ്യമല്ല. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിയോട് അദ്ദേഹം ഈ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തിയപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചു, ആരാകണം എന്നായിരുന്നു അങ്ങയുടെ ലക്ഷ്യം? ഇതായിരുന്നു ഒരു ചോദ്യം. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവും, പത്രങ്ങളിലൊക്കെ ധാരാളം ചർച്ച ചെയ്യപ്പെട്ടുള്ള ചോദ്യ ഉത്തരവാണ്. ആരാകാനായിരുന്നു അങ്ങ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആഗ്രഹിച്ചത്? ഇതാണ് ചോദ്യം. അപ്പൊ അദ്ദേഹം കുറച്ചു നേരം നിശബ്ദനായിട്ട് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ആഗ്രഹിച്ചത് ആരെങ്കിലും ആകാനല്ല, എന്തെങ്കിലും ചെയ്യാനാണ്. ഇതായിരുന്നു മറുപടി. വളരെ അർത്ഥവത്തായ ഒരു മറുപടിയാണ്. എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, ആരെങ്കിലും ആകാനല്ല. ഇത് നമ്മുടെ ഇതൊരു ഭാരതീയ ദർശനമാണ്. അപ്പോൾ ഒരു സാംസ്കാരികമായി ഉയരുക, വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വ്യക്തിത്വത്തെ വളർത്തുക. വ്യക്തിത്വ വികസനം എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അതിനെ വളർത്തി ആ വ്യക്തിത്വമാണ് എനിക്ക് ചുറ്റുമുള്ളതെല്ലാം ഇതിലുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞില്ലേ, അവൻ ഇവനെന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായോരാത്മരൂപം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവൻ ഇവൻ എന്നൊക്കെ ഓർത്താൽ അങ്ങനെ ഒരു അവനിവനില്ല. അതെല്ലാം അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ അവനി എന്ന് പറഞ്ഞ ഭൂമി, ഈ ലോകത്ത് ആദിമമായ ആത്മരൂപമാണ്. ഈ ആദിമമായ ആത്മരൂപം, അതായത് ഈശ്വരൻ, ആ ഈശ്വരന്റെ ചൈതന്യമാണ് എല്ലാവരുടെ ഉള്ളിലും നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. അതുകൊണ്ട് ഓരോരുത്തരും എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത്, എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത്, അതാണ് അടുത്ത 2 വരിയിൽ അദ്ദേഹം പറയുന്നത്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന്നു സുഖത്തിനായി വരണം. ഓരോരുത്തരുടെ പ്രവൃത്തിയുടെ ശരിയും തെറ്റും നിർണയിക്കുന്നതിന്റെ ഒരു മാനദണ്ഡമാണ്. ഞാൻ ശരി തന്നെ ചെയ്യണം, ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് അവരെന്ന് സുഖം വരണം. മറ്റുള്ളവർക്ക് നന്മ വരുന്ന കാര്യം മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നന്മയാണ് എൻ്റെ നന്മ.
മറ്റുള്ളവരുടെ സുഖമാണ് എൻ്റെ സുഖം. ഇപ്പം മറ്റുള്ളവർക്ക് നന്മ വരാത്ത ഒരുപാട് ശരികൾ നമ്മൾ ചെയ്യുന്നുണ്ടാവുമല്ലോ. പൊതുവെ ഒരു സമൂഹത്തിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട്, ഞാനൊന്നിനുമില്ല എന്നുവെച്ചാൽ ആരെ ഉപദ്രവിക്കാനുമില്ല, മറ്റൊന്നിനുമില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി അങ്ങ് ജീവിക്കുന്നു. ഇതൊരു മനഃശാസ്ത്രമാണ്. ആ മനഃശാസ്ത്രമാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥപരമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത്. എനിക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കണം എന്നുള്ളത് ഈ കവിഞ്ഞ് എനിക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല, മറ്റൊരാൾക്ക് ദുഃഖമുണ്ടോ എന്ന് അറിയേണ്ട കാര്യമില്ല, മറ്റൊരാൾ സുഖിക്കുന്നുണ്ടോ എന്ന് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ശ്രീനാരായണ ഗുരു പറയുന്നത് ആ ചിന്ത തെറ്റാണ്, അത് ശരിയല്ല. ശരിയായ ചിന്ത എന്താണ്? നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവരുടെ സുഖത്തിന് കാരണമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ സുഖം, സന്തോഷം അത് ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ചെറുതും വലുതുമായുള്ള എല്ലാ പ്രവർത്തനങ്ങളും. ഇതാണ് അദ്ദേഹം നമ്മളോട് പറയുന്ന ഒരു കാര്യം. അപ്പൊ ഇത് ഒരു വലിയ മാനസിക വളർച്ചയാണ്. നമുക്ക് ചുറ്റും ഉള്ള എല്ലാ കാര്യങ്ങളും, ഇത് ഭാരതീയ ദർശനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ പാശ്ചാത്യമായിട്ടുള്ള ചിന്താഗതികളുണ്ട്, അവിടെ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന മതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, മതവിശ്വാസികൾ. നമ്മുടെ നാട്ടിലെ വലിയൊരു വിഭാഗം ആൾക്കാർ മതം മാറി ഈ പാശ്ചാത്യ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽപ്പെട്ട വിശ്വാസത്തിൽ പോയ ആൾക്കാരുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ അത്തരം വിശ്വാസങ്ങളിലൊക്കെ പോകുമ്പോൾ അവരുടെ അടിസ്ഥാന സങ്കല്പങ്ങളും നമ്മുടെ ഭാരതീയ സങ്കല്പങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ പൊതുവെ പറയും എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉപാസനാ പദ്ധതി എന്നുള്ള നിലയിൽ എല്ലാ മതങ്ങളെയും തുല്യമായി കാണുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഹിന്ദുവിന്റെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാടാണ് ഒരു ഉപാസനാ പദ്ധതി. അയാളുടെ ഉപാസനാ പദ്ധതിയാണ് യേശു ക്രിസ്തു, അല്ലെ യഹോവ, അള്ളാഹു, അത് അവരുടെ ഉപാസനാ പദ്ധതിയാണ്. നമ്മൾ ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ പരമേശ്വരൻ, നമ്മളിപ്പോൾ ഒരു ഹിന്ദുവിന്റെ ഒരു പ്രത്യേകത ആലോചിച്ചാൽ, നിങ്ങൾ കന്യാകുമാരി മുതൽ മൂകാംബിക വരെ ഒരു തീർത്ഥാടനം നടത്തുക. തീർത്ഥാടനം നടത്തുമെന്ന് വിചാരിക്കുക. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം കന്യാകുമാരിയിൽ ദേവി കന്യാകുമാരി ഉണ്ടാവും, ശുചീന്ദ്രത്ത് വന്നാലും മഹാവിഷ്ണു ഉണ്ടാവും, ശ്രീപത്മനാഭനെ തൊഴും. അങ്ങനെ പോകുന്നയാൾ ചോറ്റാനിക്കര പോയി ദേവിയെ തൊഴും. അങ്ങനെ പോകുന്ന ആൾ ഏറ്റുമാനൂരിൽ കയറി മഹാദേവനെ തൊഴും. പോകുന്ന വഴിക്ക് കൊട്ടാരക്കര കയറി ഗണപതിയെ തൊഴും. എത്ര ദൈവങ്ങളെ തൊഴും നിങ്ങൾ മൂകാംബിക വരെ ചെല്ലുമ്പോഴത്തേക്ക്? അതിൻ്റെ ഇടയ്ക്ക് ഹിന്ദുക്കൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ പള്ളി, എടപ്പള്ളിയിലെ വലിയ പള്ളി, ഒരു പള്ളിയുണ്ട്, നമുക്ക് അവിടെയും കയറിയേക്കാം. അതിനും ഹിന്ദുക്കൾക്കൊരു പ്രശ്നമില്ല. ഒരു വലിയ മുസ്ലിം പള്ളി, ഒരു വലിയ ധാരാളം പേരെ ആരാധിക്കാൻ മുസ്ലിം പള്ളിയുണ്ട്. ഇപ്പോൾ നമ്മുടെ കടുവപ്പള്ളിയുണ്ട്, കടുവപ്പള്ളി പോവാം. നമ്മളെ സംബന്ധിച്ച്, ഹിന്ദുക്കളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് എല്ലാ മതങ്ങൾ എല്ലാം ഒരുപോലെയാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ ഈ മതങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞ് വന്നത് ഒരു പാശ്ചാത്യ സംസ്കാരത്തിന്റെ സൃഷ്ടികളാണ് ഈ മതങ്ങൾ. ഈ മതങ്ങൾ നമ്മൾ ഈ മതവിശ്വാസി ആയിരിക്കുമ്പോൾ തന്നെ, അല്ലെ ഈ ക്രിസ്തു മതവിശ്വാസിയോ ഇസ്ലാം മതവിശ്വാസിയോ ഒക്കെ ആയിരിക്കുമ്പോൾ തന്നെ ആ പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് അടർന്നു മാറി നമുക്ക് ഹിന്ദു സംസ്കാരത്തിൽ ചേരാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് യഹോവയും അള്ളാഹുവിനെയൊക്കെ ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ചാൽ യഹോവയും അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്ക് ഈ പറഞ്ഞ ആരാധനകളെല്ലാം ഒരുപോലെ തോന്നും. മൂകാംബിക എല്ലാവർക്കും ഒരുപോലെ തോന്നും. പക്ഷെ അങ്ങനെയല്ലല്ലോ നമ്മൾ കാണുന്നത്. അന്യവിശ്വാസങ്ങളെല്ലാം തെറ്റാണ്, പാപമാണ്, അവരെല്ലാം ഈ വിശ്വാസത്തിൽ വന്നാലേ അവർക്ക് മോചനമുള്ളൂ, ഇങ്ങനെയല്ലേ അവർ പറയുന്നത്. അതുകൊണ്ടല്ലേ മതകലഹങ്ങൾ ഉണ്ടാവുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ അവരുടെ ഒരു അടിസ്ഥാന ദർശനമുണ്ട്, ഒരു പാശ്ചാത്യ ദർശനം. ആ ദർശനത്തില് ഇപ്പൊ മനുഷ്യനെ സംബന്ധിച്ച്, സൃഷ്ടിയെ സംബന്ധിച്ച് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ദർശനമുണ്ട്. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാശ്ചാത്യ ഗ്രീക്ക് ജൂത
സംസ്കാരത്തിന്റെ എല്ലാം കൂടി ഒരു സംഗ്രഹീത രൂപമാണ് ഈ ബൈബിൾ. അതിൽ പറയുന്നത് ആകാശത്തിലെ പറവകളെ സൃഷ്ടിച്ചു, കടലിൽ വെള്ളത്തിൽ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു, ഈ സൂര്യചന്ദ്രന്മാരെ പർവ്വതങ്ങളൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞതിന് ശേഷം, അങ്ങനെയുള്ള എല്ലാ സൃഷ്ടികളും ചെയ്തതിന് ശേഷം യഹോവ തന്റെ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പം യഹോവയുടെ രൂപം മനുഷ്യന്റെ രൂപമാണ് എന്നതിൽ പറയുന്നുണ്ട്. തന്റെ രൂപത്തിൽ ഒരു സൃഷ്ടി നടത്തി, അത് മനുഷ്യനാണ്. മനുഷ്യനിൽ ജീവശ്വാസം ഊതി, അതിനുശേഷം മനുഷ്യനോടൊരു കൽപ്പനയുണ്ട്. ആ കൽപ്പന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ പറവകളാകട്ടെ, കടലിലെ ജലാശയങ്ങളിലെ ജീവജാലങ്ങള്, മലകളിലെ മരങ്ങള്, പർവ്വതങ്ങള്, ഇങ്ങനെ ഇപ്പൊ ഈ സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും മേൽ നീ അധികാരം നടത്തുന്നതാണ്. എല്ലാം നിന്റെ കീഴിൽ വരണം, എല്ലാം നിന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ എല്ലാത്തിനെയും കൊന്നും കൊള്ളയടിച്ച് നീ സുഖിക്കുക എന്നുള്ളൊരു ആഹ്വാനമാണ് ഈ മനുഷ്യനെ സംബന്ധിച്ചുള്ള പാശ്ചാത്യ സങ്കല്പം. അത് ക്രിസ്തുമതത്തിന്റെ മാത്രമല്ല, പാശ്ചാത്യരുടെ എല്ലാ ജീവിത സമ്പ്രദായത്തിനും ഈ സങ്കല്പത്തിന്റെ സ്വാധീനം കാണാം. ഇപ്പം നമ്മുടെ ഭാരതീയ കുടുംബം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, മകൻ, മകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു പവിത്രതയുണ്ട്. ആ പവിത്രതയുടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമ്പരാഗതമായി നമ്മൾ ഇതെല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാസന പോലെയാണ് ഈ ബന്ധങ്ങളെ കരുതിയിരുന്നത്. ഇപ്പൊ മഹാഭാരതത്തിൽ ഒരു കൗശികൻ എന്ന് പറയുന്ന ഒരു യുവാവിന്റെ കഥയുണ്ട്. അദ്ദേഹം കാട്ടിൽ പോയി ഭയങ്കരമായ തപസ് ചെയ്തു, എല്ലാ വേദശാസ്ത്രങ്ങളും എല്ലാം അഭ്യസിച്ചു. അങ്ങനെയൊക്കെ തപസ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു വലിയ സിദ്ധനായി കഴിഞ്ഞു എന്ന തോന്നലോടുകൂടി അദ്ദേഹം വരികയാണ്. ശരിയാണ്, അദ്ദേഹം ദീർഘകാലം തപസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ആകാശത്തുകൂടി പറന്നു പോകുന്ന ഒരു പറവ അദ്ദേഹത്തിന്റെ ദേഹത്ത് കാഷ്ടിച്ചു. അപ്പൊ സ്വാഭാവിക അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് അദ്ദേഹം ഈ പറവയെ നോക്കിയപ്പോൾ ആ പറവ കരിഞ്ഞ് താഴെ വീണു. അപ്പൊ അദ്ദേഹത്തിന്റെ ശക്തിയെപ്പറ്റി, കഴിവിനെ പറ്റിയൊക്കെയുള്ള അഭിമാനം വർദ്ധിച്ചു. ഞാൻ ചില്ലറക്കാരനല്ലല്ലോ. അങ്ങനെ അദ്ദേഹം ഈ തപസ്സെല്ലാം കഴിഞ്ഞ് ഭിക്ഷാടനത്തിന് ഇറങ്ങുമ്പോൾ ഒരു വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ വീട്ടമ്മ ഭിക്ഷാന്തേഹി എന്നൊക്കെ പറയുമ്പോൾ വീട്ടമ്മ പുറത്തു വരും. വീട്ടമ്മ പുറത്തു വരുമ്പോൾ സ്വാമിജിയെ കാണുന്നു. അവരുടെ ഇതൊക്കെ നടത്തി, സ്വാമിജി ഞാനിപ്പോൾ വരാം, ഭിക്ഷയുമായി വരാമെന്ന് പറഞ്ഞ് അകത്ത് പോകുന്നുണ്ടെങ്കിൽ വീട്ടമ്മയുടെ ഭർത്താവ് വീട്ടിൽ വരും. ഈ ഭർത്താവ് വീട്ടിൽ വരുമ്പോൾ ഈ സ്വാമിയെ അവിടെ കുറച്ച് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ വീട്ടമ്മ ഭർത്താവിനെ പരിചരിക്കാൻ പോകും. ഇപ്പൊ ഭർത്താവിനെയൊക്കെ പരിചരിച്ച് കഴിഞ്ഞിട്ടാണ് ഭിക്ഷയുമായിട്ട് വരുന്നത്. അപ്പോഴത്തേക്ക് സ്വാമി കോപാകുലനായി നിൽക്കുകയാണ്. കാരണം തന്നെ ഇത്രയും വെയിറ്റ് ചെയ്യിച്ചില്ലേ. അപ്പൊ സ്വാമി ദേഷ്യപ്പെട്ട് ഈ സ്ത്രീയോട് സംസാരിച്ചപ്പോ ഈ സ്ത്രീ വളരെ ശാന്തമായി സ്വാമിയോട് പറഞ്ഞെന്തറിയാം, അതെ, നിങ്ങൾ നോക്കിയാൽ കരിഞ്ഞു പോകാൻ ഞാൻ ഒരു പക്ഷിയല്ല. ഇയാൾ ഞെട്ടിപ്പോ, ഇതെങ്ങനെ ഈ സ്ത്രീ അറിഞ്ഞു? ഞാൻ ചെയ്തത് എൻ്റെ ധർമ്മമാണ്. എൻ്റെ ധർമ്മമാണ് എൻ്റെ ഭർത്താവിനെ ആദ്യം പരിചരിക്കുക എന്നുള്ളത്. ഞാൻ എൻ്റെ ധർമ്മം ചെയ്തതുകൊണ്ട് നിങ്ങളുടെ സിദ്ധിയൊന്നും എൻ്റെ മേലെ ഏൽക്കത്തില്ല. അപ്പോൾ ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. അപ്പോ ഇദ്ദേഹം ചോദിച്ചത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇദ്ദേഹത്തിന് സാഷ്ടാംഗമായി പോയി. പറഞ്ഞു, നിങ്ങളുടെ അറിവ് പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് നിങ്ങളുടെ അറിവ് പൂർത്തിയാകാൻ നിങ്ങൾ ഒരിടത്ത് പോകണം എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് പറഞ്ഞു വിടും. ഇയാൾ അവിടെ ചെന്നപ്പോൾ ഞെട്ടിപ്പോയി. ഇയാൾ അവിടെ കണ്ടതെന്താണ്? ഒരു ഇറച്ചിവെട്ടുകാരൻ. ഒരു ഇറച്ചിവെട്ടുകാരൻ്റെ കടയിലേക്കാണ് ഈ അമ്മ ഈ മനുഷ്യനെ പറഞ്ഞു വിട്ടത്. വലിയ തപസ്വിയായിട്ടുള്ള, സിദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനെ, ഒരു ബ്രാഹ്മണനായിട്ടുള്ള ആളെ പറഞ്ഞു വിടുകയാണ് ഒരു ഇറച്ചിവെട്ടുകാരൻ്റെ കടയിലേക്ക്. അയാളുടെ ജോലിയിൽ കർമ്മനിരതനായിരുന്നു. ആളുകൾ വരുന്നു, ഇറച്ചി വെട്ടി കൊടുക്കുന്നു. അപ്പൊ സ്വാമിയെ കണ്ടു. സ്വാമി ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ഇറച്ചിവെട്ട് കടയുടെ ഒരു മൂലയ്ക്ക് ഒരു സ്റ്റൂൾ ഇട്ട് കൊടുത്തിട്ട് ആ രക്തത്തിന്റെയും മാംസത്തിന്റെയും എല്ലാം ഗന്ധവും അടിച്ച് ആ സ്വാമി കുറച്ചേരം അവിടെ ഇരുന്നു. പുള്ളിക്ക് കുറച്ചൊക്കെ ദേഷ്യം വരുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്റെ ജോലിയെല്ലാം തീർത്തതിന് ശേഷം ഈ
വ്യാധൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം സ്വാമിയോട് പറഞ്ഞു, ഇനി നമുക്ക് പോകാം, എൻ്റെ വീട്ടിലോട്ട് പോകാം. അപ്പൊ അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം കണ്ട കാഴ്ച എന്താണ്? തീരെ അവശരായിട്ടുള്ള തൻ്റെ അച്ഛനമ്മമാര്, ആ അച്ഛനമ്മമാരെ കുളിപ്പിച്ച് വൃത്തിയാക്കി അവർക്ക് ആഹാരം തയ്യാറാക്കി ആ ആഹാരം വാരിക്കൊടുക്കുകയാണ് ഈ മനുഷ്യൻ. അപ്പൊ അതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഈ സ്വാമിയോട് സംസാരിക്കുകയാണ്, ഇവരെ പുലർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്, എൻ്റെ ജോലിയാണത്. ആ ജോലി ചിലപ്പോൾ നികൃഷ്ടമായിട്ട് തോന്നിയേക്കാം, പക്ഷെ അതിൻ്റെ ഉദ്ദേശം എൻ്റെ അച്ഛനമ്മമാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചിട്ട് കാട്ടിപ്പോയ ആളല്ല ഞാൻ എന്ന് ഇയാളോട് പറയുമ്പോൾ ഈ മുന്നിൽ ഇരിക്കുന്ന ഈ സ്വാമി അച്ഛനമ്മമാരെ, താൻ ഉപേക്ഷിച്ചിട്ട് പോയ അച്ഛനമ്മമാരെ ഓർക്കുകയാണ്. അവരുടെ സ്ഥിതി എന്താണെന്ന് അന്നേരമാണ് ഇദ്ദേഹം ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബന്ധങ്ങൾ, ഈ കുടുംബ ബന്ധങ്ങൾ, അവരെ ഒരു ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗം എന്നുള്ള നിലയിലാണ് നമ്മുടെ ഭാരതത്തിൽ നിലനിന്നിട്ടുള്ളത്. അത് പ്രത്യേകതയാണ്. ഇപ്പോ നിങ്ങൾ രാമായണം നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവുമല്ലോ, മിക്കവാറും പേര് വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, കൗസല്യ ശ്രീരാമനെ പ്രസവിച്ചു. കൗസല്യക്ക് രാമനെ കാണാൻ കഴിഞ്ഞില്ല. അവിടെ കൗസല്യ പ്രസവിച്ച കുഞ്ഞിനെ നോക്കുമ്പോൾ കൗസല്യ കാണുന്ന ചതുർബാഹുവായ 1000 സൂര്യ തേജസ്സുള്ള മഹാവിഷ്ണുവിന്റെ രൂപമാണ് അവിടെ കാണുന്നത്. മഹായോഗികൾ അനേകായിരം വർഷം തപസ് ചെയ്താൽ കാണാൻ കിട്ടാത്ത സാക്ഷാൽ മഹാവിഷ്ണു കൗസല്യയുടെ മുന്നിൽ അങ്ങനെ എല്ലാ തേജസ്സോടും കൂടി ജലിച്ചു നിൽക്കുക. സാധാരണക്കാർക്ക് കാണാൻ പറ്റത്തില്ല ആ തേജസ്സിന്റെ മുന്നിൽ, പക്ഷെ കൗസല്യക്ക് കാണാൻ കഴിഞ്ഞു. ആ മഹാവിഷ്ണു കൗസല്യയോട് ചോദിക്കുകയാണ്, അമ്മയ്ക്ക് എന്താണ് വേണ്ടത്? ഒറ്റയടിക്ക് മോക്ഷം ചോദിക്കാം, സാക്ഷാത്കാരം ചോദിക്കാം, അമ്മയ്ക്ക് എന്തുവേണം ചോദിക്കാം. ഇതിൽ കൂടുതലൊരു അനുഗ്രഹം ആർക്കും വരാനില്ലല്ലോ. പക്ഷെ അവിടെ കൗസല്യ എന്താ പറയുന്നത്? കൗസല്യ പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രൂപം മറയ്ക്കണം, അലൗകികമായ, വളരെ ഭക്തിയോടുകൂടിയാണ് പറയുന്നത്, വളരെ വിനയത്തോടു കൂടിയാണ് പറയുന്നത്, എന്നാൽ നല്ല തൻ്റെ ഇടത്തോടു കൂടിയാണ് പറയുന്നത്. മഹാവിഷ്ണുവിന്റെ മുന്നിൽ നിന്ന് പറയണമെങ്കിൽ ചെറിയ തൻ്റെ ഇടം പോലല്ലോ. ഒരമ്മയുടെ കരുത്താണത്, ഒരു മാതൃത്വത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് കൗസല്യ പറയാണ്, ഈ അലൗകികമായ ഈ രൂപം മറയ്ക്കണം എത്രയും പെട്ടെന്ന്. ഇതിൽ നിന്ന് എനിക്കൊന്നും ആവശ്യമില്ല. എനിക്ക് വേണ്ടത് എന്താണ്? എനിക്ക് ലാളിക്കാൻ, എനിക്ക് ആശ്ലേഷിക്കാൻ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം. അങ്ങനെ ലാളിച്ചുകൊണ്ട് ആശ്ലേഷിച്ചുകൊണ്ട് എൻ്റെ പുത്രവാത്സല്യത്തിലൂടെ, അവ്യാജമായ പുത്രവാത്സല്യത്തിലൂടെ ഞാൻ ഈ സംസാര സാഗരം കടന്നോളാം. അതിനെനിക്ക് ഒരു ദൈവത്തിൻ്റെയും ആവശ്യമില്ല. ഇത് പറയാതെ പറയുന്നു, എനിക്ക് ആവശ്യം എൻ്റെ കുഞ്ഞിനെ മാത്രം മതി. എനിക്ക് ഈ സംസാര സാഗരം കടക്കാൻ എനിക്ക് എൻ്റെ കുഞ്ഞ് മാത്രം മതി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോ ഇയാൾ വളർന്നു വന്ന് ഉദ്യോഗസ്ഥനായി നാളെ നമ്മളെ സംരക്ഷിക്കണമെന്ന് വിചാരിച്ചിട്ടാണോ അവരെയൊക്കെ വളർത്തുന്നത്? അല്ലല്ലോ. അവരെ വളർത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദം നമുക്ക് വേറൊരിടത്ത് കിട്ടുന്ന ഒന്നല്ല. ആ ആനന്ദം ഈശ്വരീയമായ ഒരു ആനന്ദമാണ്. അതിന്റെ ഒരു പരമമായ തലമാണ് കൗസല്യ രാമായണത്തിൽ പറയുന്നത്. സാക്ഷാൽ മഹാവിഷ്ണുവോട് പറയുകയാണ്, എനിക്ക് ഈ സംസാര സാഗരം കടക്കാൻ മഹാവിഷ്ണുവിന്റെ സഹായം വേണ്ട, എനിക്ക് ആ കുഞ്ഞിനെ ഇനി തന്നാൽ മതി. അപ്പൊ ഇത് ഭാരതീയ ദർശനമാണ് ഈ കുടുംബം എന്ന് പറയുന്നത്. ഈ ഭാരതീയ സംസ്കാരത്തിന്റെ സവിശേഷതയാണ്. ഇത് ഞാൻ പറയാൻ കാരണം, ഈ മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഈ കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് ഈ പടിഞ്ഞാറിന്റെ സങ്കല്പം നേരെ വിരുദ്ധമാണ്. കാരണം ഈ കാണായ പ്രപഞ്ചത്തെ മുഴുവൻ നീ അടക്കി ഭരിക്കണം, നീ കീഴടക്കി ഭരിക്കണം, അതിനെ മുഴുവൻ നിനക്ക് ഉപഭോഗിക്കാനുള്ളതാണ് എന്ന ഒരു അടിസ്ഥാന ദർശനം മനുഷ്യനെ സംബന്ധിച്ച് അവർ സങ്കല്പിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ അച്ഛൻ കുട്ടികൾക്ക് വേണ്ടി, അമ്മ കുട്ടികൾക്ക് വേണ്ടി ചെലവാക്കുന്ന ഓരോ നയാ പൈസയ്ക്കും കണക്കുണ്ടാവും.
അവരെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെന്റ് ആണത്. ആ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര എനിക്ക് ഇതിന് തിരിച്ചു കിട്ടുമെന്ന് ആലോചിച്ചിട്ടേ അത് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഈ കുട്ടികളെ സർക്കാർ വളർത്തിക്കോണം. അപ്പൊ തികച്ചും ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ദർശനവും സംസ്കാരവുമാണ് അവരുടേത്. നമ്മുടെ ഭാരതീയമായ ദർശനം എന്ന് പറയുന്നത് അലൗകികവും ആധ്യാത്മികവുമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഈ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ ജീവിതം അത് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഇത്തരം ചിന്തകൾ ഇനിയിപ്പോൾ വളർന്നു വരുന്ന തലമുറയിലേക്ക് കൊടുക്കുക എന്നുള്ളതല്ല, വളർന്നു കഴിഞ്ഞവരെത്രത്തോളം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം നമ്മുടെ വളർച്ചയിൽ നമുക്കൊരു ഒരു ഒരു താളപ്പിഴ പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ തലമുറയുടെ വളർച്ചയിൽ ഒരു താളപ്പിഴയുണ്ട്. ആ താളപ്പിഴ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ക്ഷേത്രങ്ങൾ ഇല്ലാതായി തീരാനുണ്ടായ ഘടകങ്ങൾ, ആ ഘടകങ്ങൾ ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഇപ്പൊ രാമായണത്തിന്റെ സന്ദേശം നമ്മുടെ ഇന്നത്തെ ഇപ്പൊ ഈ ഇരിക്കുന്ന രക്ഷകർത്തൃ സമൂഹം എത്ര കണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ടാവും? അല്ലെ, മഹാഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഇതുപോലെ ആയിരക്കണക്കിന് കഥകളിലൂടെ ഉദാഹരണങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഭാരതീയ ദർശനത്തിന്റെ മൂല്യങ്ങളെ നമുക്ക് എത്ര ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്? വളരെ കുറവാണ്. അപ്പൊ ഇതിനൊരു പ്രശ്നം, ഇത്തരം കാര്യങ്ങൾ ഒരു കാലത്തും ഭാരതത്തിൽ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടല്ല ഓരോ തലമുറ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഈ ഗ്രന്ഥങ്ങളെല്ലാം കൂടി പഠിക്കാൻ എത്ര ജന്മം വേണ്ടി വരും? നമ്മുടെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ എന്നൊക്കെ പറഞ്ഞ കടലുപോലെ കിടക്കുകയാണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാൻ പറ്റിയാൽ തന്നെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ നമ്മുടെ തലമുറ ഇത് അനുശീലിച്ചു വന്നത് ഈ ഗ്രന്ഥ പഠനത്തിലൂടെ അല്ല. ഒരിക്കൽ പെരുമ്പാവൂരിലെ ഒരു വലിയ യോഗം നടന്നു. അപ്പൊ ഭീകരവിരുദ്ധ യോഗമാണ്, ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായി നടന്ന ഒരു യോഗമാണ്. അപ്പൊ ഞാനതിലൊരു പ്രാസംഗികനായിരുന്നു. ഹിന്ദു ഐക്യവേദിയുടെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പോൾ ആ പ്രസംഗം എല്ലാം കഴിഞ്ഞു. അപ്പൊ ഞാൻ പ്രസംഗിച്ച കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഈ ഖുർആൻ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മതഗ്രന്ഥമാണെങ്കിലും അത് അവിശ്വാസികളെ ഇല്ലാതാക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ്. അതുകൊണ്ട് അതിന്റെ പ്രേരണയിലാണ് ഇവരെ ഭീകരവാദികൾ ഈ കൊലപാതകങ്ങൾ നടത്തുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് അന്ന് പെരുമ്പാവൂർ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ ഞാൻ ആലുവയ്ക്ക് വരാൻ വേണ്ടി ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറി. അപ്പൊ ഈ പ്രൈവറ്റ് ബസ്സിൽ ഞാൻ കയറിയപ്പോ എന്റെ മുന്നിലത്തെ സീറ്റിൽ 2 പേര്, എന്റെ വലത്തുവശത്ത് ഒരാള്, പുറകിലത്തെ സീറ്റിൽ 2 പേര്, അങ്ങനെ 5 പേര്, 5 ചെറുപ്പക്കാര് അവര് കയറി. അപ്പൊ എന്റെ വലതുവശത്തിരുന്ന ആൾ എന്റെ അടുത്ത് ചോദിച്ചു, സാറ് ഖുർആൻ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വായിച്ചിട്ടില്ല, ഞാൻ ആ സാധനം കണ്ടിട്ടേ ഇല്ല, ഞാൻ ഭഗവത്ഗീത വായിച്ചിട്ടില്ല, പിന്നല്ലേ ഖുർആൻ വായിക്കുന്നത് ഞാൻ ചോദിച്ചു. അപ്പൊ പിന്നെ അദ്ദേഹം ചോദിച്ചു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇന്നലെ ഈ ഖുർആൻ ഇങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനിപ്പോ ഖുർആൻ വായിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ലോകത്ത് നിങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ലേ. നിങ്ങൾ ഈ ചെയ്യുന്ന എല്ലാം മതത്തിന്റെ പേരിലാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു മത നേതാവ് ഇത് മതത്തിനെതിരാണ് എന്ന് പറഞ്ഞ് ഞാനിതുവരെ കേട്ടിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇപ്പൊ ഏറ്റവും അവസാനം പഹൽഗാമില് ആളുകളെ മതം തെരഞ്ഞു പിടിച്ചു കൊന്നു. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മത നേതാവ്, അവരുടെ മതത്തിൽപ്പെട്ട ഒരു മത നേതാവ് ഇത് മുസ്ലിമിനെതിരാണ് എന്ന് പറഞ്ഞ് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മളാരും കേട്ടിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ, ഇപ്പൊ ഔറംഗസീബിന്റെ കാലത്ത് ഔറംഗസീബ് ചെയ്തു കൂട്ടിയ കാര്യങ്ങളാവട്ടെ, സുൽത്താൻമാരുടെ കാലത്ത് അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാവട്ടെ, മാപ്പിള ലഹളക്കാലത്ത് അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളാകട്ടെ, ഇതെല്ലാം മതത്തിന്റെ പേരിൽ നടന്ന കൊലപാതകങ്ങളാണ്, ജിഹാദ് എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു മത നേതാവും ഇത് തെറ്റാണ്, ഇത് മുസ്ലിമിന് വിരുദ്ധമാണ്, നമ്മൾ ഇതിനെതിരായിട്ട് നിൽക്കേണ്ടതാണ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ അന്നേരം പിന്നെ എല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പഹൽഗാമിലെ കൂട്ടക്കൊല കഴിഞ്ഞതിന് ശേഷം ഒരാളെ ബാംഗ്ലൂർ, കർണാടകത്തിൽ എവിടെയോ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചെന്നും പറഞ്ഞിട്ട് കുറെ നാട്ടുകാർ തല്ലിക്കൊന്നു.
അപ്പം നമ്മുടെ നാട്ടിലെ ഒരു മതസംഘടനയുടെ നേതാവ് പറഞ്ഞു അത് ആൾക്കൂട്ട കൊലയാണ്, അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇയാൾ ഈ പഹൽഗാമിൽ 26 പേര് മരിച്ചപ്പോഴും ഇവിടെ ജീവിച്ചിരുന്നയാളാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്. അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, അത് ഇതൊക്കെ സമീപത്ത് നടന്ന കാര്യമാണ്. പക്ഷെ ഞാൻ അന്ന് നടന്ന പല കാര്യങ്ങളും അവരോട് എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു, ഇതെല്ലാം കാണുന്ന ഒരാൾക്ക്, അതായത് ചരിത്രം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഖുറാൻ വായിക്കാതെ തന്നെ ഖുറാൻ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാവും. ഖുറാൻ നല്ലതാണ് പഠിപ്പിക്കുന്നതെന്ന് ജനങ്ങൾ വിചാരിക്കണമെങ്കിൽ അത് നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ തെളിയിക്കണം. നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾ ആളുകളെ മതത്തിൻ്റെ പേരിൽ കൊല്ലാതിരിക്കുക. അപ്പോൾ ആ ചിന്ത മാറും. അല്ല, ഖുറാൻ പഠിക്കണമെന്നൊന്നുമില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നല്ല സൗഹൃദത്തിലാണ് പിരിഞ്ഞത്. എനിക്കൊരു ഖുറാൻ തന്നു, സാർ ഇതൊന്ന് വായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തന്നു. ഞാനത് സംഘത്തിൻ്റെ ആലുവ കാര്യാലയത്തിൽ ഭദ്രമായിട്ട് വെച്ചിട്ടുമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഗ്രന്ഥ വായന, ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുക, അതിലൂടെയല്ല ഈ സംസ്കാരം നമ്മുടെ നാട്ടിലും കൈമാറിയിട്ടുള്ളത്. നമ്മളും സാമാന്യ ജനങ്ങൾ എത്ര പേര് ഇതൊക്കെ വായിക്കുന്നുണ്ട്? പലത് സംസ്കൃതത്തിലാണ്, വായിച്ചാൽ മനസ്സിലാവത്തില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് സാധാരണ ജനങ്ങളിലേക്ക് ഇത്തരം ആശയങ്ങൾ കടന്നു ചെല്ലാൻ നമ്മുടെ ആചാര്യന്മാർ കണ്ടുപിടിച്ചതാണ്. നമ്മുടെ പല പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഈ ദേവാലയങ്ങളെ പോലുള്ള സമ്പ്രദായങ്ങളെല്ലാം അങ്ങനെയാണ്. ഈ ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയുമാണ് ഈ മൂല്യങ്ങൾ, ഈ സംസ്കാരം നമ്മുടെ തലമുറകളിലേക്ക് നമ്മൾ കൈമാറിക്കൊണ്ടിരുന്നത്. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഈ ഇടക്കാലത്ത് തകർന്നു പോയത്. ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അന്ധവിശ്വാസങ്ങളാണെന്ന് പാടിപ്പടിച്ച ഒരു രക്ഷകർത്തൃ സമൂഹമാണ് ഇന്ന് നാട്ടിലുള്ളത്. അതുകൊണ്ട് ഈ സാംസ്കാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികൾക്കല്ല വേണ്ടത്, രക്ഷകർത്താക്കൾക്കാണ് വേണ്ടത്. സൗഭാഗ്യവശാൽ ഇന്ന് വലിയ സാമൂഹ്യ മുന്നേറ്റങ്ങൾ ഇതുപോലെ പലതും നടക്കുന്നുണ്ട്. ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കപ്പെടുന്നു, ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തൊരു സോഷ്യൽ കണ്ടന്റ്, സാമൂഹികമായ ഒരവബോധവും കൂടി നമുക്ക് ചേർക്കാൻ കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാകും. വലിയ മാറ്റങ്ങളും സാമൂഹികമായ ഒരു അവബോധം ഉണ്ടാകണം. അതിന് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ചുകൂടണം. ഇവിടെ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റി പറയുകയുണ്ടായി. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു. അതായത് മഹാരാഷ്ട്രയിലെ ജാതി പന്ഥ തോടക് മണ്ഡൽ എന്ന് പറയുന്ന ജാതിക്കെതിരായി എല്ലാവരെയും ഒന്നിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം, ഒരു സംഘടനയുണ്ടായിരുന്നു. അവരുടെ വാർഷികത്തിന് അധ്യക്ഷനായിട്ട് അവർ അംബേദ്കറെ ക്ഷണിച്ചു. മഹാരാഷ്ട്രയിൽ ഒരു പൂനെയിൽ അംബേദ്കറെയാണ് ക്ഷണിച്ചത്. അംബേദ്കർ സന്തോഷപൂർവ്വം അതിൻ്റെ അധ്യക്ഷനാവാൻ സമ്മതിച്ചു. പക്ഷെ ഈ പരിപാടി നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അംബേദ്കർ ഞാൻ ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതത്തിൽ പോകുമെന്ന് പ്രഖ്യാപിച്ചത്. പിന്നെയും വളരെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് കേട്ടോ. അങ്ങനെ പ്രഖ്യാപിച്ചെങ്കിലും ഉടനെ പോയൊന്നുമില്ല. ഒരു പ്രഖ്യാപനം വന്നു, ഞാൻ ഹിന്ദുമതം ഉപേക്ഷിക്കുകയാണ്, ഞാൻ ബുദ്ധമതം ആവുകയാണെന്ന് പ്രഖ്യാപിച്ചത്. ഇങ്ങനെ വന്നപ്പോൾ ഈ പരിപാടിയുടെ സംഘാടകർക്ക് ഒരു പ്രശ്നമുണ്ടായി. കാരണം പരിപാടിയുടെ സംഘാടകർ ഈ ഹിന്ദുമതം ഉപേക്ഷിച്ചു പോകുന്നതിനെ പിന്തുണയ്ക്കുന്നവരല്ല. ഹിന്ദുമതത്തെ പരിഷ്കരിക്കുക, ഈ ഉച്ചനീചത്വങ്ങളൊന്നും ഇല്ലാത്ത അങ്ങനെ ഒന്ന് പരിഷ്കരിക്കുക എന്നുള്ള ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ അവരെ എന്ത് ചെയ്തു വെച്ചാൽ അംബേദ്കറെ സമീപിച്ച് ഈ അംബേദ്കർ ഇവിടെ നടത്താൻ പോകുന്ന പ്രസംഗം എന്താണ് എന്ന് എഴുതി തരണം എന്ന് പറഞ്ഞു. കാരണം ബുദ്ധമതത്തിൽ പോയതിനു ശേഷം അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇവർ വിചാരിക്കാത്ത കാര്യങ്ങൾ പ്രസംഗിക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ്. ആ പ്രസംഗം എഴുതി കൈ കിട്ടി അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അംബേദ്കറെ അധ്യക്ഷനായിട്ട് നിശ്ചയിക്കാൻ സാധ്യമല്ല എന്ന് തീരുമാനിച്ചു. അതിന് അവർ ചെയ്ത പരിപാടിയെ ക്യാൻസൽ ചെയ്തു. കാരണം അംബേദ്കറെ നിശ്ചയിച്ച ഒരു സ്ഥലത്ത് വേറൊരാളെ അധ്യക്ഷനാക്കുക എന്ന് പറയുന്നത് അത്ര ശരിയല്ല. അവർ ആ പരിപാടിയെ ക്യാൻസൽ ചെയ്തു. ആ പ്രസംഗമാണ് ജാതി നിർമൂലനം എന്ന പേരിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചുള്ള അന്നിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പേരിൽ അംബേദ്കറുടെ ഒരു പുസ്തകമുണ്ട്. വാസ്തവത്തിൽ ഹിന്ദുക്കളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഹിന്ദു സമൂഹം എന്ന് പറയുന്നത് ഈ ജാതി എന്ന് പറയുന്നത് ആർക്കും തകർക്കാൻ കഴിയില്ല. ആർക്കെങ്കിലും ജാതിക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റില്ല, ഒരാൾക്ക് ജാതിക്ക് പുറത്തേക്കും പോകാൻ പറ്റില്ല. ഒരു നായർക്ക് ഈഴവനാകാൻ പറ്റും? സാധ്യമല്ലല്ലോ. ഒരു ഈഴവന് നായരും ആവാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിലെ ജാതിയുടെ ഒരു പ്രത്യേകത.
അപ്പൊ ആരാലും തകർക്കാൻ കഴിയാത്ത ജാതി കോട്ടകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ജാതി കോട്ടകളിൽ കിടന്ന് വീർപ്പ് മുട്ടി ശ്വാസം മുട്ടി പിടഞ്ഞ് ഈ ഹിന്ദു സമൂഹം ഇല്ലാതാവും. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പൊ അതിനദ്ദേഹം ഒരു പ്രതിവിധി നിർദ്ദേശിക്കുന്നുണ്ട്. ആ പ്രതിവിധി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജാതിയെപ്പറ്റി ചിന്തിക്കാതെ പറയാതെ ഹിന്ദുക്കൾക്ക് ഒന്നിച്ചുകൂടാൻ സാധിച്ചാൽ ഏതെങ്കിലും കാലത്ത് അദ്ദേഹത്തിന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഹിന്ദുക്കൾ അങ്ങനെ ഒന്നിച്ചുകൂടുന്നില്ല. അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തി പരാജയപ്പെട്ടിട്ടാണ് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോകുന്നത്. ഏതെങ്കിലും കാലത്ത് ഈ ഹിന്ദു സമൂഹം ജാതിയെപ്പറ്റി ചിന്തിക്കാതെ ഒന്നിച്ചുകൂടുന്ന ഒരു സാഹചര്യം വന്നാൽ ഈ സർവനാശത്തിൽ നിന്ന് ഇത് ശക്തിയായി ഉയർത്തെഴുന്നേൽക്കും. ഇത് അംബേദ്കറുടെ ഒരു കാഴ്ചപ്പാടാണ്. ഇതേ കാഴ്ചപ്പാടാണ് ശ്രീനാരായണ ഗുരുദേവൻ അരിപ്പുറത്ത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പ്രഖ്യാപിച്ചത്. ഇതേ കാഴ്ചപ്പാടാണ് ഭഗിനി നിവേദിത. ഭഗിനി നിവേദിത ഒരു പാശ്ചാത്യ വനിതയാണ്. അവര് സ്വാമി വിവേകാനന്ദനാൽ ആകൃഷ്ടയായി മാർഗരറ്റ് നോബിൾ അവരിവിടെ വന്ന് നിവേദിതയായ ഒരു സ്ത്രീയാണ്. അവർ ഈ ഹിന്ദു സമൂഹത്തിന്റെ ഈ വൈവിധ്യമാർന്ന ജീവിത രീതികളെല്ലാം കണ്ട് അന്തം വിട്ടുപോയി. അവര് പറഞ്ഞു, എല്ലാ ദിവസവും 10 മിനിറ്റ്, നിത്യേന 10 മിനിറ്റ് ഹിന്ദുക്കൾ എല്ലാ ഭേദവ്യത്യാസങ്ങളും മറന്ന് ഒന്നിച്ചുകൂടിയാൽ, വെറുതെ ഒരു നാമസ്മരണ അല്ലെങ്കിൽ ഒരു മന്ത്രജപം, ഒരു 10 മിനിറ്റ് ഹിന്ദുക്കൾ അതാതിടങ്ങളിൽ ഒന്നിച്ചുകൂടിയാൽ ഈ ഹിന്ദു സമൂഹം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഉയർത്തെഴുന്നേൽക്കും പറഞ്ഞു. ഇതേ കാര്യം പണ്ഡിറ്റ് മദനമോഹന മാളവ്യ പറഞ്ഞു. ഈ ഗ്രാമങ്ങൾ തോറും ഇങ്ങനെ ഒന്നിച്ചുകൂടുന്ന ശാലകൾ നിർമ്മിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നിച്ചുകൂടുക, സാമൂഹിക ആരാധന. ഇപ്പം ടി.കെ. മാധവന്റെ മകനാണ്. നമുക്ക് എത്ര മണി വരെ വേണ്ട, എത്ര മണി വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ നീട്ടിക്കൊണ്ടു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചതാണ്. ടി.കെ. മാധവന്റെ മകൻ ബാബു വിജയനാഥ്, അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു അനുഭവം. അദ്ദേഹത്തിന്റെ അനുഭവമാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഞാനിങ്ങനെ ആലപ്പുഴയ്ക്ക് എറണാകുളത്തിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ, ഇപ്പം അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറാറുണ്ടായിരുന്നു, നല്ല അടുപ്പമുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹം ഇതിന്റെ ബന്ധുവീട് ഈ തിരുവനന്തപുരത്ത് പേട്ടയിൽ ആനേറ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പേട്ടയിൽ പോകും, അവിടെ താമസിക്കുകയൊക്കെ ചെയ്യും. ഒരു ദിവസം ആസ്ട്രേലിയയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് വിദേശങ്ങളിലൊക്കെ ധാരാളം സുഹൃത്തുക്കളുണ്ട്. ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് ഒരു കത്തെഴുതിയാണ്, ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഡോക്ടറേറ്റ്, ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ വരുന്നുണ്ട്. എനിക്ക് അവിടെ മലയാളികളിൽ ആരെയും പരിചയമില്ല. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ബാക്കി താമസമൊക്കെ യൂണിവേഴ്സിറ്റി ചെയ്തോളൂ, ചില ആൾക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. ഡേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ ശരി, ബാബു വിജയനാഥ് വലിയ നല്ല സ്വാധീനമുള്ള ആളാണല്ലോ, ടി.കെ. മാധവന്റെ മകനാണ്, ഒരുപാട് പേരെ പരിചയമുണ്ട്, ഞാൻ ചെയ്തു തരാം എന്ന് പറയുന്നത്. തിരുവനന്തപുരത്ത് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് ബാബു വിജയനാഥ് പറഞ്ഞൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആസ്ട്രേലിയക്കാരൻ തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് വന്നിട്ട് അന്ന് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് പോകാൻ പറ്റിയില്ല. യൂണിവേഴ്സിറ്റിക്കാരെ സ്വീകരിച്ചു, ഇവിടെ പോയി പിറ്റേ ദിവസം വരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് വൈകുന്നേരം ഈ ബാബു വിജയനാഥിനെ ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ അല്ല, ഇനിയിപ്പോ അങ്ങ് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല, എനിക്ക് പരിചയക്കാരെ ഉണ്ടാക്കി തരാൻ ബുദ്ധിമുട്ടണമെന്നില്ല. അപ്പൊ അത് എന്താ സംഭവിച്ചത്? അല്ല, ഞാൻ രാവിലെ ഇവിടുത്തെ ഈ പാളയം പള്ളി, ക്രിസ്ത്യൻ പള്ളിയിലെ രാവിലെ ഒരു ആരാധനയിൽ പങ്കെടുക്കാൻ പോയി. ഞാനവിടെ എല്ലാവരുടെയും കൂടെ പങ്കെടുത്ത് ഞാൻ പുറത്തു വന്നപ്പോൾ തന്നെ ആ പള്ളിയിൽ ആരാധനയിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകളും എന്നെ വന്ന് പരിചയപ്പെട്ടു. എവിടെയാ നാട്, എന്തിനാ വന്നത്, എന്തെങ്കിലും ആവശ്യമുണ്ടോ? അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി.
അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ തിരുവനന്തപുരത്തുണ്ട്. ഇനിയിപ്പോ ഹരിപ്പാടിന്ന് ഇവിടം വരെ വന്നിട്ട് എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ ഈ പേട്ട ആനയറ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ചെന്നാൽ ക്ഷേത്രത്തിൽ പോകും, ഇന്ന് വരെ ഒരു മനുഷ്യന് ഇയാൾ ആരാണെന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. ഒരാൾ വരുന്നു പോകുന്നു. അപ്പൊ ഇതൊരു സൊസൈറ്റിയുടെ സാമൂഹ്യ ബോധത്തിന്റെ ഒരു ഉദാഹരണമാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ഒന്നും ഒരു മേന്മയല്ല. അവരുടെ ആരാധനാ രീതി സാമൂഹികമാണ്. സകുടുംബം പങ്കെടുക്കുന്നു. ആ ആരാധനാ സമയത്ത് അവർക്ക് കേവലം മതപരമായ ഭാഷണമല്ല ലഭിക്കുന്നത്, അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അപ്പൊ സമൂഹം എന്നുള്ള നിലയിൽ ഒന്നിച്ചു വരിക, സമൂഹം എന്നുള്ള നിലയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, സമൂഹം എന്നുള്ള നിലയിൽ ഒന്നിച്ച് ചിന്തിക്കുക. നമ്മുടെ തത്വശാസ്ത്രം നമ്മളോട് അത് പറഞ്ഞു, സംഗച്ഛത്വം സംവദത്വം സംഭവ മനാംസി ജാനത. ഇതിനേക്കാൾ കഴിഞ്ഞ ഒരു സാമൂഹിക ബോധത്തിന്റെ മന്ത്രമല്ല, ഇത് ഋഗ്വേദത്തിലുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ നമ്മുടെ പെരുമാറ്റത്തിൽ അതില്ല. അപ്പൊ അതുകൊണ്ട് ഈ സാമൂഹിക ബോധം, ഞാൻ എന്നെ പറ്റി ചിന്തിക്കുന്നത് പോലെ, എൻ്റെ കുടുംബത്തെ പറ്റി ചിന്തിക്കുന്നത് പോലെ എൻ്റെ സമൂഹത്തെ പറ്റിയും ചിന്തിക്കുക. ഈ സാമൂഹിക ബോധം അത് നമ്മളിൽ വളർത്തുമ്പോൾ, ഞാൻ നേരത്തെ എഴുത്തച്ഛൻ പറഞ്ഞെടുത്ത് വരും, ക്രമേണയായി അഖിലവും ഞാനെന്ന ബോധത്തിലേക്ക് നമ്മൾ വളരും. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമ്പോൾ, നമ്മുടെ കുട്ടികളെ അങ്ങനെ ചിന്തിപ്പിക്കാൻ കഴിയുമ്പോൾ, സാംസ്കാരികമായി അവരെ ഈ ലോകത്തിന് സംഭാവന ചെയ്യുന്നവരായിരിക്കും. നമ്മൾ നമ്മുടെ കുട്ടികളെ പറ്റി ചിന്തിക്കേണ്ടത് അവർ വലിയ പണക്കാരാവുകയോ അവർ വലിയ, ഇന്നത്തെ കാലത്തെ കുട്ടികളെ പറ്റി അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കുട്ടികൾ തന്നെ അംബീഷ്യസ് ആണ്. കാരണം ഈ വിവര സാങ്കേതിക വിദ്യയുടെയൊക്കെ ഇത്രയും വലിയ വരവൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആരാവണം എന്താവണം എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് തീരുമാനങ്ങളുണ്ട്. അപ്പൊ നീ ഇങ്ങനെ, നമ്മുടെ ഒരു ബന്ധു, അയാളുടെ അദ്ദേഹത്തിന്റെ മകൻ IT എഞ്ചിനീയറാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം വന്നദ്ദേഹം പറഞ്ഞു, അവൻ അമേരിക്കയിലേക്ക് പോവുകയാണ്. അതിന് എന്തിനാ അമേരിക്ക പോകുന്നത്, അവന് ഇവിടെ നല്ല ശമ്പളമൊക്കെ ഉണ്ടല്ലോ. അത് നിനക്കറിയാൻ പോയെന്താ, അവിടെ കിട്ടുന്ന പൈസ എത്ര കോടികൾ കിട്ടാൻ പോവാണെന്ന്. ഞാൻ ഈ കോടികൾ എന്ത് ചെയ്യാനാ? അവന് ആകെ ഒരു മാസം ജീവിക്കാൻ എത്ര വേണം? അതിനുള്ള പൈസ ഉണ്ടാക്കിയ പോലെ. ഇത് ശരി, കുറച്ച് ആഡംബരമായിട്ട് ജീവിക്കണമെങ്കിൽ എന്താണ്? അവൻ ഇവിടെ തന്നെ മാസം ഒരു 4-5 ലക്ഷം രൂപ കിട്ടുന്ന ഒരാള് അത് പോരാന്ന് വെച്ചിട്ട് അമേരിക്കയ്ക്ക് കുട്ടികളെ അയക്കുകയാണ്. ഞാനിത് ചോദിച്ചപ്പോ പുള്ളിക്ക് ചെറുതായിട്ടൊരു, എന്തായാലും അയാൾ അമേരിക്കയ്ക്ക് പോയില്ല പയ്യൻ. അത് ഞാൻ പറഞ്ഞുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ കുട്ടികളെ എന്തിനാ വളർത്തുന്നത്? കുട്ടികൾ തന്നെ അങ്ങ് പോവുകയാണ്. കുട്ടികൾ നമ്മുടെ പിടിയിൽ നിൽക്കുന്നുണ്ടോ? കുട്ടികൾ കൂട്ടുകാരൊക്കെ ചേർന്നിട്ട് പോവുകയാണ്, ഇവിടെ നിൽക്കുന്നില്ല. ആസ്ട്രേലിയ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു, ബാങ്ക് മാനേജരായി ജോലി കിട്ടി. ബാങ്ക് മാനേജറെ ചെറിയ ജോലിയല്ലല്ലോ, നല്ല ജോലിയല്ലേ. നമ്മുടെ നാട്ടിൽ അന്തസ്സായിട്ട് ജീവിക്കാൻ കഴിയില്ലേ? അപ്പൊ അതുപോലെ ആള് രാജിവെച്ച് വിദേശത്ത് പോയി. ഇപ്പൊ നാട്ടിലേക്കില്ല. നാട്ടിലെ അച്ഛനും അമ്മയും, ഞാൻ നേരത്തെ പറഞ്ഞ കൗശികന്റെ മറ്റേ യുവാവിന്റെ അവസ്ഥ, അങ്ങനെ ജ്ഞാനം നേടിയാണ് പോയെന്നെങ്കിലും പറയാം. ഇത് പണം നേടിപ്പോയി. അച്ഛനമ്മമാർ അവസരമായിട്ട് നാട്ടിൽ ഹോം നേഴ്സിന്റെ കാരുണ്യത്തിൽ കഴിയുന്നു. അപ്പൊ ഇത്തരം അംബീഷൻസ് അവരുടെ ഉള്ളിൽ ഈ എനിക്ക് ചുറ്റുമുള്ള സമൂഹത്തെ സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യിക്കാൻ, ആ രീതിയിലുള്ള ഒരു ഓറിയന്റേഷൻ നമുക്ക് അച്ഛനമ്മമാർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ അധ്യാപകർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ദേവാലയങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിനുള്ളിൽ, അതായത് ആലയം, നമ്മുടെ സ്കൂളുകൾക്കുള്ളിൽ, അതായത് വിദ്യാലയം, നമ്മുടെ ആരാധന കേന്ദ്രങ്ങൾക്കുള്ളിൽ, അതായത് ദേവാലയം, ഈ 3 സ്ഥലത്തും നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ നമ്മുടെ നാട്ടില് സമൂഹത്തിന് നന്മ ചെയ്യാൻ കഴിയുന്നവരായി വളർത്താൻ നമുക്ക് സാധിക്കുമോ?
ഇത് നമുക്ക് വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണ്. വളരെ എളുപ്പം സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞെടുത്ത് വരണം. അതായത് ഇതെന്റെ ഒരു ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ഒരു കർമ്മമാണ് ഇവരെ ഞാൻ വളർത്തുന്നത്. വസുദേവ സുതം ദേവം എന്നുള്ള ഗീതാധ്യാന ശ്ലോകത്തിൽ പറയുന്നത് വസുദേവന്റെ പുത്രനാണ്, സുതനാണ്. ആ സുതൻ കംസചാണൂരന്മാർക്ക് ആരാണ്? കംസചാണൂരന്മാർക്ക് മർദ്ദകനാണവൻ. പക്ഷെ ദേവകിക്ക് എന്താണ്? അതാണ് പ്രധാന പോയിന്റ്. ദേവകിക്ക് അവൻ പരമാനന്ദമാണ്. ഈ പരമാനന്ദം എന്നുള്ള വാക്കിന്റെ ശരിയായ അർത്ഥം എന്താണ്? അത് ഒരിക്കലും നശിക്കാത്ത ആനന്ദമാണ്, പരമമായ ആനന്ദമാണ്, ശാശ്വതമായ ആനന്ദമാണ്. അത് സാക്ഷാത്കാരത്തിലൂടെ ലഭ്യമാകുന്ന ആനന്ദമാണ്. ഒരമ്മയ്ക്ക് മകൻ പരമാനന്ദമാണ്, ബാക്കി പലർക്കും പലതും ആകാം അവൻ. അപ്പൊ അത് ഗീതാധ്യാന ശ്ലോകത്തിൽ ആ ദേവകീ പരമാനന്ദം എന്നുള്ള വാക്കിന് ഭയങ്കര ആഴമുള്ള അർത്ഥമുണ്ട്, നമ്മുടെ സംസ്കാരവുമായി ബന്ധമുള്ള അർത്ഥമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ആ രീതിയിലേക്ക് പരിവർത്തനപ്പെടണമെങ്കിൽ നമ്മൾ എങ്ങനെ മാറണം എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ കുട്ടികളെ നിസ്വാർത്ഥമായി സ്നേഹിക്കണം. മാതൃഭൂമി ആഴ്ചപ്പതിൽ എന്നൊരു കഥയുണ്ട് പണ്ട്, അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് ഒരു അമ്മ, ഒരു മകൻ, രണ്ടുപേരെ കഥാപാത്രങ്ങളുള്ളൂ. അമ്മ വളരെ ദരിദ്ര സാഹചര്യത്തിൽ ജീവിച്ച അമ്മയാണ്. പക്ഷെ വളരെയധികം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മകനെ പഠിപ്പിച്ച് ഇതെല്ലാം കഴിഞ്ഞ് മകൻ നല്ല വിദ്യാഭ്യാസമൊക്കെ നേടി. അമ്മയും മകനും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, ആർക്കും വേർപിരിക്കാൻ കഴിയാത്ത സ്നേഹമാണ്. അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ മകന് വലിയൊരു ജോലി കിട്ടി, വലിയ വരുമാനമുള്ള ശമ്പളമുള്ള ഒരു ജോലി കിട്ടി. അപ്പൊ ഈ ജോലി കിട്ടിയതിന്റെ അമിതമായ സന്തോഷത്തിൽ, ആഹ്ലാദത്തിൽ അവൻ ഓടി വന്ന അമ്മയെ കെട്ടിപ്പിടിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മ ഇത്രയും കാലം എനിക്ക് വേണ്ടി ചെയ്തതിനെല്ലാം ഞാൻ ഇനി അങ്ങോട്ട് പകരം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ നിശബ്ദയായിട്ടൊന്നും മിണ്ടിയില്ല. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, മകന് ജോലി കിട്ടി, കൊള്ളാം, നിങ്ങൾക്ക് നല്ലതല്ലേ. ഇന്നത്തെ കാലത്ത് കുട്ടികൾ അങ്ങനെയൊന്നും പറയാൻ സാധ്യതയില്ലല്ലോ. എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് അന്ന് രാത്രി ആയപ്പോ ഈ അമ്മ മകനോട് പറഞ്ഞു, നീ ജോലിയൊക്കെ കിട്ടി, ഇനി വിദേശത്തൊക്കെ ഇനി പുറത്തു പോകാൻ പോവില്ലേ, അങ്ങനെയൊക്കെ വരുമ്പോ ഇന്ന് നീ എന്റെ കൂടെ കിടക്ക്, നമുക്ക് ഒന്നിച്ച് കിടക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അവന് ഭയങ്കര സന്തോഷമായി, അമ്മയുടെ കൂടെ കിടക്കാലോ. അങ്ങനെ അമ്മയും മകനും കൂടി ഒരു മുറിയിൽ കിടന്നു. ആ കിടന്ന് ഒരു ചെറുതായിട്ട് ഉറക്കം പിടിച്ചുണങ്ങിയപ്പോ അമ്മ മകനെ വിളിച്ചുണങ്ങി, മോനെ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. അമ്മയ്ക്ക് വെള്ളം വേണമെങ്കിൽ പിന്നെ മകനോട് പറഞ്ഞു, പിന്നെ മകൻ സന്നദ്ധനല്ലേ. അമ്മ ഓടിപ്പോയി അമ്മയ്ക്ക് വെള്ളം കൊണ്ടു കൊടുത്തു. ഒരു മണിക്കൂർ കൂടെ, ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമ്മ വീണ്ടും അവനെ വിളിച്ചു, മോനെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ വേണം. അന്നേരം അവൻ സന്തോഷത്തോട് പോയി. ഒരു മണിക്കൂർ കഴിഞ്ഞൊരു 3ാമത്തെ തവണ അമ്മ വിളിച്ചോണത്തി, മോനെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ വേണമെന്ന്. അപ്പൊ അവന് ചെറുതായിട്ടൊരു ഈർഷ്യ തോന്നി, ഇതൊരു ശല്യമായല്ലോ. 4ാമത്തെ തവണ അമ്മ അവനെ വിളിച്ചുണർത്തിയപ്പോ അറിയാതെ അവന്റെ വായിന്ന് ശല്യം എന്നൊരു വാക്ക് വീണു. വാസ്തവത്തിൽ ശല്യമായിരുന്നു. അപ്പൊ അവനോട് അമ്മ പറഞ്ഞു, നീ വൈകുന്നേരം പറഞ്ഞില്ലേ ഞാൻ ചെയ്തതൊക്കെ നീ എനിക്ക് തിരിച്ചു തരുമെന്ന്. എത്ര നാൾ ഉറക്കമളച്ച് നിന്റെ മലവും മൂത്രവും അടക്കം കോരിയതാണ് ഞാൻ, എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? സാധ്യമല്ല. അപ്പൊ ഇതാണ് സ്നേഹം. തിരിച്ചു തരാൻ സാധ്യമല്ലാത്ത രീതിയിൽ, തിരിച്ചാഗ്രഹിക്കാത്ത രീതിയിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ സ്നേഹിച്ചാൽ, അച്ഛനമ്മമാർ, ഇത് അച്ഛന്മാർക്ക് ബാധകമാണ്, അമ്മമാർക്കും ബാധകമാണ്, അവർ ഒന്നിച്ച് സ്നേഹിച്ചാൽ നമ്മുടെ കുട്ടികൾ നാടിന് നല്ലവരായി വളരും. അവരങ്ങനെ അല്ലാതെ വളരുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ വളർത്തതിനകത്ത് സ്വാർത്ഥതയുടെ കണങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഭാരതീയമായ ദർശനം. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ വർത്തമാനകാലത്ത് ഇപ്പൊ ലഹരി മരുന്നിന്റെ ഉപയോഗങ്ങളെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണും. ഇങ്ങനെ നീണ്ടു പോകും ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നാൽ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മൾ വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കുട്ടികളോട് കൂടുതൽ സമയം ഇടപഴകണം, അവരുമായിട്ട് സ്വതന്ത്രമായി സംസാരിക്കണം. നമ്മുടെ കുട്ടികൾക്ക്
അവന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, അവന്റെ അല്ലെങ്കിൽ അവളുടെ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഓടി വന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും ആദ്യത്തെ ആശ്രയ കേന്ദ്രം നമ്മളായിരിക്കണം. അവൻ ഓടി വന്ന് പറയണം നമ്മുടെ അടുത്ത്. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, അത്രയും അത് ആരോടായിരിക്കും? കുട്ടികൾ എപ്പോഴും പങ്കുവെക്കുന്നത് സുഹൃത്തുക്കളോടായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പൊ അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം ഒരു അധികാരത്തിന്റെ ഭാവത്തിലുള്ള ബന്ധമല്ല, ഒരിക്കലും ഭക്തി ഭയത്തിൽ നിന്നുണ്ടാവില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. നമ്മൾ കുട്ടികളെ ഭയപ്പെടുത്തി വളർത്താൻ ശ്രമിക്കുമ്പോൾ അവരിൽ ഭക്തിയല്ല ഉണ്ടാകുന്നത്, വൈരാഗ്യമാണ്. ഭക്തിയുടെ ഉറവിടം സ്നേഹമാണ്. നമ്മളവരെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തുമ്പോൾ അത് ഭക്തിയാകും. അങ്ങനെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുമ്പോൾ ശാസിക്കേണ്ടടുത്ത് ശാസിക്കുകയും ചെയ്യാനുള്ള അധികാരം നിലനിർത്തിക്കൊണ്ട് നമുക്കത് ചെയ്യാൻ കഴിയണം. കുട്ടികളുടെ ഹിതമായിരിക്കണം നമ്മുടെ താല്പര്യം, കുട്ടികളുടെ ഇഷ്ടമായിരിക്കരുത്. കുട്ടികളെ ഇഷ്ടത്തിനൊത്ത് വളർത്തുക എന്നുള്ളതല്ല, അവരുടെ ഹിതത്തിനൊത്ത് വളർത്തുക എന്നുള്ളതാണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? നമ്മളൊരു അമ്പലപ്പറമ്പിൽ പോകുന്നു, നമ്മുടെ കൂടെ കുട്ടികളുണ്ട്. കുഞ്ഞു കുട്ടികൾ അമ്പലപ്പറമ്പിൽ കാണുന്ന എല്ലാം വേണം വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും. അപ്പൊ കുട്ടികളുടെ മുന്നിൽ നമ്മൾ നല്ല ആളാവാൻ വേണ്ടി അതെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കും? ഇല്ല. കാരണം അത് മേടിച്ചവൻ കഴിച്ച് അവന് വയറിന് കേടാവും എന്നറിയുന്ന നമുക്ക് അവനറിയത്തില്ല. അവന്റെ ഇഷ്ടം ഈ പറയുന്ന ഐസ്ക്രീം മേടിച്ച് കഴിക്കലായിരിക്കും, അവന്റെ ഹിതം എന്ന് പറയുന്നത് കഴിക്കാതിരിക്കലായിരിക്കും. ഇത് അറിയുന്ന അച്ഛനമ്മമാർ അപ്പൊ അവനെ നീ ഇതിപ്പോ കഴിക്കണ്ട, അല്ലെ നമുക്ക് പിന്നെ മേടിച്ചുതരാം, അല്ലെ നമുക്ക് വേറെ ഒന്നും മേടിച്ചുതരാം എന്നൊക്കെ പറഞ്ഞ് മാറ്റിക്കൊണ്ടുപോകും. അതാണ് ഇഷ്ടവും ഹിതവും തമ്മിലുള്ളത്. ചിലർക്ക് അങ്ങനെയല്ല, കുട്ടി നമ്മളോട് ഇഷ്ടപ്പെടണം, അതുകൊണ്ട് കുട്ടിയുടെ എല്ലാം നമ്മൾ കൊടുക്കണം എന്ന് ചോദിച്ച് കുട്ടി പറയുന്ന എല്ലാം മേടിച്ചു കൊടുക്കും. ചില അമ്മമാർ അങ്ങനെയാണ്, എന്ത് ചോദിച്ചാലും കൊടുത്തോളി. അപ്പൊ ഇഷ്ടം എന്ന് പറയുന്നത് അവരുടെ പ്രായം, അവർ വളർന്ന ചുറ്റുപാട്, അവരുടെ കൂട്ടുകാര്, ഇതൊക്കെ സ്വാധീനിക്കപ്പെടുന്ന ഒന്നാണ്. ഹിതം എന്ന് പറയുന്നത് നമ്മളെ മാത്രം സ്വാധീനിക്കുന്ന ഒന്നാണ്. അപ്പൊ അവരുടെ നന്മ, അവരുടെ ഹിതം, അതിനെ ആശ്രയിച്ചുകൊണ്ട്, അതിനെ ഊന്നിക്കൊണ്ട് നമ്മൾ അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അവരുമായിട്ട് കൂടുതൽ ഇടപഴകി കഴിഞ്ഞാൽ, അവർക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന ആളുകളായി നമ്മൾ കുടുംബത്തിനുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ, കുടുംബത്തിനുള്ള ആരെങ്കിലും ഒക്കെ വേണം അങ്ങനെയുള്ളവർ. അപ്പോൾ ഞാൻ അതൊക്കെ പറയുമ്പോൾ വേറെ കഥകളൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്, നീണ്ടു പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പോകുന്നില്ല. അങ്ങനെ ചെയ്താൽ ഈ സാംസ്കാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഔപചാരികമായി പകർന്നു കൊടുക്കാവുന്ന ഒന്നല്ല, പാഠപുസ്തകങ്ങളിലൂടെ പകർന്നു കൊടുക്കാവുന്ന ഒന്നല്ല, ക്ലാസ് റൂമുകളിലൂടെ പകർന്നു കൊടുക്കാവുന്ന ഒന്നല്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പകർന്നു കൊടുക്കാവുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ സാംസ്കാരിക വിദ്യാഭ്യാസത്തെ പറ്റി ചിന്തിക്കുമ്പോൾ രക്ഷകർത്താക്കളായിട്ടുള്ള നമ്മൾ കുറച്ച് സാംസ്കാരികമായി ഉയരാൻ നമ്മുടെ ഭാഗത്തുനിന്നൊരു പരിശ്രമം വേണം. സൗഭാഗ്യവശാൽ നമ്മുടെ നാട്ടില് അതിമനോഹരമായ ഒരു ദേവാലയം അത് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ചുകൂടാനുള്ള ഏറ്റവും നല്ല ഒരു സ്ഥലമാണ്. ഇവിടെ ഈ പറഞ്ഞ ജാതി മത ഒരു വ്യത്യാസവും കൂടാതെ നമുക്ക് ഒന്നിച്ചുകൂടാൻ കഴിയണം. നമുക്ക് നമ്മുടെ സമൂഹത്തെപ്പറ്റി, നാടിനെപ്പറ്റി, നമ്മുടെ വളർന്നു വരുന്ന തലമുറയെപ്പറ്റി ഒക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ആ നിലയിലേക്ക് നമ്മുടെ ഗ്രാമം മൊത്തം ഭാരതത്തിൽ തന്നെ ഒരു മാതൃകയായി തീരാൻ നമ്മുടെ ഈ ദേവീ സന്നിധി, അമ്മയാണ്, ഈ മാതൃസന്നിധി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.